അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാനേജ്മെന്റിന്. അപ്പൊ എന്താണ് ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? നമ്മൾ HR എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു മാനേജിങ് എംപ്ലോയീസ്, വർക്ക് കൾച്ചർ ആൻഡ് ദ വർക്ക് എൻവയോൺമെന്റ് ടു എൻഷുർ പീപ്പിൾ ക്യാൻ ബി പ്രൊഡക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ആസ് പോസിബിൾ. നമുക്ക് ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ ഒരു കമ്പനിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അവിടെയുള്ള ആൾക്കാരെ എങ്ങനെ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പറയുന്നത്. അവിടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, വർക്ക് എൻവയോൺമെന്റിനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ഈ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ടേമുകളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ റീസെന്റ് ആയിട്ട് 26-ാം തീയതി നടന്ന ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ഒരു എക്സാമിന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. റിക്രൂട്ട്മെന്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അപ്പൊ അതിന്റെ ചോദ്യം നമുക്ക് കാണാം, അടുത്ത സൈഡിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ടേം റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. എന്താണ് റിക്രൂട്ട്മെന്റ്? പ്രോസസ് ഓഫ് അട്രാക്ടിങ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ്. ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു ജോബിന് വേണ്ടി അട്രാക്ട് ചെയ്യും. അതാണ് ആക്ച്വലി ഇതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് താഴെ ഒരു സെലക്ഷൻ എന്നൊരു സാധനം കാണും. അപ്പൊ എന്താണ്? ഇപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. പക്ഷെ ആ പ്രോസസ്സ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും എടുക്കാൻ പറ്റില്ല. അതിൽ സെലക്റ്റീവ് ആയിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ എടുക്കാൻ പറ്റൂ. ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫ്രം ദോസ് റിക്രൂട്ടഡ്. അപ്പൊ ആ റിക്രൂട്ട് ചെയ്തതിൽ ഇപ്പോ ഒരു കമ്പനി വന്ന് റിക്രൂട്ട് ചെയ്തു സം 100 പീപ്പിൾ. ഓക്കെ, എന്നിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ ബെറ്റർ ആയിട്ടുള്ള മേ ബി ഒരു 30 ഓപ്പണിങ്സേ കാണും. അപ്പൊ അതിൽ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതിൽ ആൾക്കാരെ സെലക്ട് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മൾ ഈ 26-ാം തീയതി കഴിഞ്ഞ 26-ാം തീയതി ചോദിച്ചൊരു ചോദ്യമാണ്. ഐ ഓൾസോ റോട്ട് ദ എക്സാം ആൻഡ് ദ ക്വസ്റ്റ്യൻ വാസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ് ടോപ്പ് ടാലന്റഡ് പീപ്പിൾ ടു ആൻ ഓർഗനൈസേഷൻ എസ് എന്ന് പറഞ്ഞായിരുന്നു ചോദ്യം. സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിൽ ചോദിച്ചൊരു ചോദ്യം. സോ അതിന്റെ ഓപ്ഷൻസ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇന്റർവ്യൂ, നൺ ഓഫ് ദ അബവ് എന്നാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ അട്രാക്ടിങ് ടോപ്പ് ടാലന്റഡ് പീപ്പിൾ ടു ആൻ ഓർഗനൈസേഷൻ, നമുക്ക് ഈ സെലക്ഷൻ, ഇന്റർവ്യൂ, അപ്പൊ അതിലൊക്കെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് അട്രാക്ടിങ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ എ ജോബ് ആണ്. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ഫ്രം ദോസ് റിക്രൂട്ട്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ A ആയിട്ടാണ് വരിക, റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് വരിക. ഓക്കെ, ഫൈൻ. ഇനി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു എന്താണ് ആക്ച്വലി ട്രെയിനിങ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുത്ത ഉടൻ തന്നെ അവനെ നമുക്ക് ഒരു വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, അവനെ ട്രെയിൻ ചെയ്യേണ്ടി വരും. സോ എൻഹാൻസിങ് ദ സ്കിൽസ്. അപ്പൊ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ ഫ്രഷേഴ്സിനെ മാത്രമല്ല ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവിടെ പുതിയൊരു മെഷീനറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ട്രെയിനിങ് ഉണ്ടാവും. അപ്പൊ പഴയ ആൾക്കാർക്കും ട്രെയിനിങ് ഉണ്ടാവും, പുതുതായി കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ട്രെയിനിങ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് എൻഹാൻസിങ് ദ സ്കിൽസ്, കേപ്പബിലിറ്റീസ് ആൻഡ് നോളജ് ഓഫ് ദ എംപ്ലോയീസ് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. ഒരു ജോലി ചെയ്യാൻ വേണ്ടി അവനെ കേപ്പബിൾ ആക്കി എടുക്കും. അതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ്? പ്രിപ്പയറിംഗ് എംപ്ലോയീസ് ഫോർ ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസ് ത്രൂ എഡ്യൂക്കേഷണൽ മെത്തേഡ്സ് ലൈക്ക് മെന്ററിംഗ്, coaching and continuous professional development.
അപ്പോ നമ്മളൊരു ലോങ് ടേം ആയിട്ടൊരു ഇത് നോക്കുമ്പോൾ നമുക്ക് കമ്പനി റൺ ചെയ്ത് പോകുമ്പോൾ ഭാവിയിൽ എന്തൊക്കെ വരാം, ഭാവിയിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക. ലൈക്ക് മെന്ററിങ്, ഒരു മെന്റർ ഉണ്ടാവും, ആ മെന്റർ അവരെ ട്രെയിൻ ചെയ്യും. അതുപോലെ തന്നെ കോച്ചിങ് ഉണ്ടാവും, എന്തെങ്കിലും കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആൻഡ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അപ്പോൾ ചെറിയ ചില എന്താ പറയാ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ കൊടുക്കാം. അപ്പൊ അതൊക്കെയാണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വരിക. ഓക്കെ, ദെൻ നമ്പർ 3, പെർഫോമൻസ് മാനേജ്മെന്റ്. എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ്? അതിൽ വരുന്നൊരു സാധനമാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് തെറ്റിപ്പോവാൻ വളരെ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ജോബ് അനാലിസിസിന്റെ വേറൊരു പേരാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇപ്പൊ അപ്രൈസൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ പുകഴ്ത്തി പറയുക എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും, പക്ഷെ അതല്ല. ആക്ച്വലി അതിന്റെ ഓപ്ഷൻസും അതുപോലത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അവർ ഇട്ടിരുന്നത്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ജോബിനെ അനലൈസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ്സ് എ റെഗുലർ റിവ്യൂ ഓഫ് ആൻ എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ആൻഡ് ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു എ കമ്പനി. അവന് കൃത്യമായി വാച്ച് ചെയ്ത് അവൻ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ജോബിനെ അനാലിസിസ് ചെയ്യുന്നു. ആ അനാലിസിസ് ചെയ്യുന്നത് ചിലപ്പോ ക്വാർട്ടർലി ആയിരിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കാം, അല്ലെങ്കിൽ ആനുവൽ ആയിരിക്കും. ഒരു 3 മാസം കൂടുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഇവാലുവേഷൻ നടന്നിരിക്കും. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഓരോ കൊല്ലത്തിലായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞ ടേം കൊണ്ടുള്ള ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ പിന്നെ ഫീഡ്ബാക്ക്. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ മാത്രം, സ്റ്റഡി മാത്രം ചെയ്താൽ പോരാ, ജോബ് അനാലിസിസ് മാത്രം ചെയ്താൽ പോരാ. അവനെ ആക്ച്വലി ഒരു ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം. ഒരു ഫീഡ്ബാക്ക് കൊടുത്ത് പ്രൊവൈഡ് റെഗുലർ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ടു എംപ്ലോയീസ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. സോ ദാറ്റ്സ് പെർഫോമൻസ് മാനേജ്മെന്റ്. ദെൻ 4-മത്തത് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ്. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, കോമ്പൻസേഷൻ കൊടുക്കുക, ബെനിഫിറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പൊ കോമ്പൻസേഷൻ ഇൻക്ലൂഡ് സാലറി, വേജസ്, ബോണസസ് ആൻഡ് ഇൻസെന്റീവ്സ്. അപ്പൊ ഇത് നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നല്ലേ നമുക്ക് തോന്നും, സാലറി, വേജസ്, ബോണസസ് ആൻഡ് ഇൻസെന്റീവ്സ് എന്നൊക്കെ. അപ്പോ സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും, പല ആൾക്കാരും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോൾ മന്ത് എൻഡിൽ അല്ലെങ്കിൽ അടുത്ത മന്തിന്റെ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്നത്, അതിനെയാണ് സാലറി എന്ന് പറയുക. വേജസ് എന്താണ്? വേജസ് അപ്പൊ ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയാലോ. അപ്പൊ പെർ അവർ വർക്ക് ചെയ്യുന്നത്, ഒരു ദിവസം വർക്ക് ചെയ്തു, എത്ര മണിക്കൂർ അവൻ വർക്ക് ചെയ്തു, അവന്റെ വർക്കിനെ മെഷർ ചെയ്യും, എത്ര മണിക്കൂറാണ് അവൻ വർക്ക് ചെയ്തത്, അതനുസരിച്ച് കൊടുക്കുന്നതാണ് വേജസ് എന്ന് പറയുക. ദെൻ ബോണസ് നമുക്കറിയാം അല്ലെ, ഓണം ബോണസ് കിട്ടി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കൊടുക്കുന്നതാണ് ബോണസ് എന്ന് പറയുക. പിന്നെ ഇൻസെന്റീവ്സ്. അപ്പൊ ഇൻസെന്റീവ്സ് ബേസ്ഡ് ഓൺ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇൻസെന്റീവ് കൊടുക്കുക. ഇപ്പൊ പുള്ളിയുടെ വർക്ക് നല്ല വർക്കാണ്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക കൂടുതൽ കേപ്പബിലിറ്റീസ് ഉള്ള ഒരാളാണ്, അപ്പൊ പുള്ളിക്ക് എന്തെങ്കിലും ഇൻസെന്റീവ്സ് കൊടുക്കേണ്ടി വരും. അത് ദെൻ ബെനിഫിറ്റ്സ് പറയും. ബെനിഫിറ്റ്സ് പറയുമ്പോൾ അതിനകത്ത് നോൺ വേജ് കോമ്പൻസേഷൻസ്, ലൈക്ക് അപ്പൊ കാശ് അല്ലാത്ത ഹെൽത്ത് ഇൻഷുറൻസ് പോലുള്ള എന്തെങ്കിലും സ്കീമുകൾ, റിട്ടയർമെന്റ് പ്ലാൻസ് എന്തെങ്കിലും, ഐ മീൻ അവർക്ക് ഏതെങ്കിലും രീതിയിലൊരു റിട്ടയർമെന്റ് പ്ലാൻ കൊടുക്കുക. ദെൻ പെയ്ഡ് ടൈം ഓഫ്. പെയ്ഡ് ടൈം ഓഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇപ്പൊ 1 മന്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കാഷ്വൽ ലീവ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാഷ്വൽ ലീവ് ഒരു മേ ബി ഒരു 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ 12 കാഷ്വൽ ലീവ് ഉണ്ടാവും. അപ്പൊ അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ സാലറി കട്ടാവില്ല. സോ അതിനെയാണ് പെയ്ഡ് ടൈം ഓഫ് എന്ന് പറയുന്നത്. സോ ബെനിഫിറ്റ്സ്, അത് കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറയും. പിന്നെ വേറൊരു ടേം ആണ് എംപ്ലോയി റിലേഷൻസ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ടേമുകളാണ്. ഇത് പ്യുവർലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നേരത്തെ ഈ ക്വസ്റ്റ്യൻ കണ്ടതുപോലെ തന്നെ സിമ്പിൾ ആയിരിക്കും കാര്യം ചോദിക്കുന്നത്, പക്ഷെ അതിന്റെ ഓപ്ഷൻസ് വരുന്നത് ഭയങ്കര അടുത്തടുത്തുള്ള ഓപ്ഷൻസ്. അപ്പൊ നമ്മളത് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഈ ടേമുകൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ ചോദിച്ചിട്ടുള്ളതാണ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് ആണ്. ഓക്കെ, സോ അതുപോലുള്ള കാര്യങ്ങൾ ഓർത്തു നോക്കുക. പിന്നെ സാലറി, വേജസ്. എന്താണ് സാലറി എന്ന് നമുക്കറിയാം, എന്താണ് വേജസ് എന്നറിയാം, ബോണസ് എന്താണെന്നറിയാം, ഇൻസെന്റീവ് എന്താണെന്നറിയാം. ഓക്കെ ഫൈൻ. നൗ വേണമെങ്കിൽ അടുത്തൊരു എക്സാമിന് ഇങ്ങനെ ചോദിക്കാം, ഇപ്പൊ കോമ്പൻസേഷൻ അല്ലാത്തത് ഏത്? ഇപ്പൊ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അകത്ത് ഒരു 3 ഇടും, സാലറി, വേജസ്, ബോണസ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അകത്ത് വേണമെങ്കിൽ പെയ്ഡ് ടൈം ഓഫ്, അല്ലെങ്കിൽ റിട്ടയർമെന്റ് അങ്ങനെ, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ്. അപ്പൊ എന്താണ് ബെനിഫിറ്റ്സ്, എന്താണ് കോമ്പൻസേഷൻ എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ ഫൈൻ. എംപ്ലോയി റിലേഷൻസ്. എന്താണ് എംപ്ലോയി റിലേഷൻസ്? എൻഷുറിംഗ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെന്റ്. വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ ഈ പറഞ്ഞ മാനേജ്മെന്റിന് കൃത്യമായി ഈ ആൾക്കാരുമായി, അതായത് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായി നല്ലൊരു കോൺടാക്ട് വേണം. അവരെ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമ്പൻസേഷൻ, ബെനിഫിറ്റ്സ് ഇതെല്ലാം കൃത്യമായി കിട്ടുന്നുണ്ടോ, ഓരോ മാസം തീരുമ്പോഴും അവർക്ക് ഇതെല്ലാം അവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ ഇല്ലേ. അതൊക്കെയാണ് എംപ്ലോയി റിലേഷൻസ് എന്ന് പറയുന്നത്. കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനേജ്മെന്റുമായിട്ടുള്ള അവർക്കുള്ള
റിലേഷൻ. ഓക്കെ ഫൈൻ. ഹാൻഡ്ലിംഗ് ഗ്രീവൻസസ് ആൻഡ് ഡിസ്പ്യൂട്ട്സ്. അപ്പൊ എംപ്ലോയി റിലേഷൻസിൽ തന്നെ ഇപ്പൊ ഗ്രീവൻസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ടോ? അപ്പൊ ഈ ഗ്രീവൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിച്ചു അവർക്ക് എന്തെങ്കിലും അവരെ ഒരുമിച്ചിരുത്തി അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കുക. എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ചില കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ പല യൂണിയൻസ് ഉണ്ടാവും, പല ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ യൂണിയൻസ് തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാം. സോ അതൊക്കെയാണ് ഒരു മാനേജ്മെന്റ് ചെയ്യുന്നത്. ദെൻ കംപ്ലയൻസ് വിത്ത് ലേബർ ലോസ്. അപ്പൊ എന്തായാലും ലേബർ ലോസ് നിങ്ങൾ ജനറൽ PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 8 hours വർക്ക് 8 hours അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ 8 hours കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടോ, അവർക്ക് കൂടുതൽ വർക്ക് ലോഡ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ, അപ്പൊ അതുപോലത്തെ ലേബർ ലോ എല്ലാം കൃത്യമായി പാലിക്കുന്നുണ്ടോ, കമ്പനിയിൽ പാലിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അഡ്ഹറിംഗ് ടു ഓൾ ആപ്ലിക്കബിൾ ലേബർ ലോസ് ആൻഡ് regulations to ensure fair treatment of employees. Then എന്താണ് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് വെൽബീങ്. അപ്പോ വർക്ക് എൻവയോൺമെന്റ്, ഒരു തൊഴിലാളി ഉണ്ട്, പുള്ളി വർക്ക് ചെയ്യാണ്, അപ്പൊ ആ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് എന്താ പറയാ ഈ സേഫർ അല്ലെങ്കിൽ അത്രയും സേഫ്റ്റി പുള്ളിക്ക് ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം മാനേജ്മെന്റ് ഉറപ്പുവരുത്തണം. പ്രൊമോട്ടിങ് എംപ്ലോയി വെൽബീയിങ് പ്രോഗ്രാംസ്. അപ്പൊ വേറെ എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ ഇപ്പൊ 7 days അല്ലെങ്കിൽ 6 days വീക്ക് വർക്ക് ചെയ്യുന്നു, പിന്നെയും സൺഡേ കഴിഞ്ഞു, പിന്നെയും 6 days വർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ ഫാറ്റീഗ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. തളർച്ച അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാറ്റർഡേ ഒക്കെ എന്തെങ്കിലും ഒരു ലെഷർ എന്തെങ്കിലും ഒരു ഇതൊക്കെ കൊടുക്കാം അവർക്ക്. ഒരു വെൽബീയിങ് പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താം, കൾച്ചറൽ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ സേഫ്റ്റി ആൻഡ് വെൽബീയിങ്ങിൽ പറയാം. Then workforce planning. The forecasting the organization's future human resource needs and planning how to meet those needs. ഇപ്പൊ വർക്ക്ഫോഴ്സ് പ്ലാനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ടല്ലേ. ഇപ്പോ നമ്മള് എന്താ പറയാ റെയിനി സീസൺ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അംബ്രല്ല മാനുഫാക്ചറേഴ്സ്, പറഞ്ഞ റെയിൻ കോട്ട് മാനുഫാക്ചർ കമ്പനിയൊക്കെ, അപ്പൊ അവിടെയൊക്കെ ഒരുപാട് വർക്ക് ഫോഴ്സിന്റെ ആവശ്യം വളരെ കൂടും. അപ്പൊ ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവരെ എംപ്ലോയ് ചെയ്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. അല്ലാതെ ഉള്ള എംപ്ലോയീസിനെ വെച്ച് വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വർക്ക് ലോഡ് കൂടും. സോ ദാറ്റ് ഇസ് വർക്ക് ഫോഴ്സ് പ്ലാനിങ്. ദെൻ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഒരു ഓവറോൾ എഫക്റ്റീവ്നെസ് അല്ലെ, സ്ട്രാറ്റജീസ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ദ ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ ത്രൂ ചേഞ്ച് ഇൻ പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. സോ ആ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഓവറോൾ എഫക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം, അതും ഒരു മാനേജ്മെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ദെൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം എടുത്തു കഴിഞ്ഞാൽ അവിടെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും, പല ജെൻഡർ രണ്ട് ജെൻഡർ, ഒന്നിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അപ്പൊ രണ്ട് ജെൻഡറിലുള്ള ആൾക്കാരുണ്ടാവും, പല ഏജിലുള്ള ആൾക്കാരുണ്ടാവും, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പലതായിട്ടുള്ള ആൾക്കാരുണ്ടാവും, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടാവും. സോ അതാണ് ശരിക്കും ഇപ്പൊ ചിലപ്പോ ഇന്റർനാഷണൽ കമ്പനിയൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പല റേസിലുള്ള ആൾക്കാരുണ്ടാവും, പല കൺട്രിയിലുള്ള ആൾക്കാരുണ്ടാവും. സോ അതിനെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇൻക്ലൂഷൻ. അപ്പൊ ഇൻക്ലൂഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഈ ഡിഫറെന്റ് പീപ്പിൾ ഉണ്ടാവും അല്ലെ, പല ഡൈവേഴ്സിറ്റിയിലുള്ള ആൾക്കാരുണ്ടാവും, അപ്പൊ അവരെ ഒരുമിച്ച് ചേർക്കുന്നതിനാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്ലൂഷൻ. എന്താണ് ഇൻക്ലൂഷൻ? അതായത് ഈ പറഞ്ഞ പല ഡൈവേഴ്സിറ്റിയിലുള്ള ആൾക്കാരെ ഇന്റഗ്രേറ്റ് എവറി വൺ, എൻഷുറിംഗ് ദാറ്റ് ദർ ഡിഫറൻസസ് കോ എക്സിസ്റ്റ് ബെനിഫിഷ്യലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾസ് എഡ്യൂക്കേഷന്റെ ബേസിലാണ് ആ കമ്പനിയിലെ ആൾക്കാരുള്ളതെങ്കിൽ ടോപ്പ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹൈലി പെയ്ഡ് ആയിരിക്കും. പിന്നെ താഴോട്ട് വരും തോറും അവരുടെ എന്താ പറയാ ആ സാലറി വേജസ് അതിന്റെ കാര്യം കുറഞ്ഞു വരും. സോ ആ ഒരു സംഭവം മാത്രം വെച്ചുകൊണ്ട് ബാക്കി എല്ലാവരെയും ഈക്വൽ ആയി ട്രീറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റിംഗ് എവറി വൺ. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട്, കമ്പനിയുടെ എയിം ഒന്നാണ്, സോ ആ ഒരു എയിമിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരുമിച്ച് നിർത്തുന്നു. അതിനെയാണ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയാം. ദെൻ ടാലന്റ് മാനേജ്മെന്റ്. സോ ഐഡന്റിഫൈങ് ആൻഡ് ഡെവലപ്പിംഗ് ഹൈ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഫോർ ഫ്യൂച്ചർ ലീഡർഷിപ്പ് റോൾസ്. ഇപ്പോ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഞാൻ റിക്രൂട്ട് ചെയ്യാണ്. സോ ഐ എം റണ്ണിങ് എ കമ്പനി ആൻഡ് ഐ എം റിക്രൂട്ടിംഗ് സോ മെനി പീപ്പിൾ, മേ ബി 30 പീപ്പിൾ. ഓക്കെ ഫൈൻ. സോ ഒരു ലോങ് റണ്ണിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30 പേരെ ഞാൻ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് ആർക്കൊക്കെ എന്തൊക്കെ സ്കിൽസ് ആണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ മാനേജറിയൽ സ്കിൽസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ
കറക്റ്റ് ആയിട്ട് പിൻ പോയിന്റ് ചെയ്ത് ഭാവിയിൽ ഒരു ലീഡർഷിപ്പ് റോൾ അവന് കൊടുക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ദാറ്റ് ഈസ് ടാലന്റ് മാനേജ്മെന്റ്. റിക്രൂട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ആ ഒരു പ്രോസസ്സിലോട്ട് പോകും. നമ്മൾ അവരുടെ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കും. അതിനെയാണ് ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഐഡന്റിഫൈങ് ആൻഡ് ഡെവലപ്പിംഗ് ഹൈ പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഫോർ ഫ്യൂച്ചർ ലീഡർഷിപ്പ് റോൾസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ചില എന്താ പറയാ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടേമുകളാണ്. സോ അതിൽ നിന്ന് പല ടേമുകൾ വെച്ച് ചോദിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവം. ദെൻ നേച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ നേച്ചർ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ചില ടേമുകളാണ് സ്ട്രാറ്റജിക് ഫംഗ്ഷൻ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലേ ഒരു പ്രത്യേക സ്ട്രാറ്റജി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. So human resource management is aligned with the strategic goals of the organization. It plays a crucial role in achieving business objectives by managing human resource effectively. So നമ്മുടെ കയ്യിൽ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്, പല കാപ്പബിലിറ്റീസ് ഉള്ള പല കഴിവുകളുള്ള ആൾക്കാരുണ്ട്. സോ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവരെ എങ്ങനെ ഒക്കെ ഡീവേറ്റ് ചെയ്ത് വിടുക, അതിനാണ് സ്ട്രാറ്റജിക് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ ഒരു ഫേമിന് അവർക്ക് കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഗോൾസും ഉണ്ടാവും. ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവായിട്ട് നമ്മുടെ കയ്യിലുള്ള ആൾക്കാരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ദെൻ കോംപ്രിഹെൻസീവ് ഫംഗ്ഷൻ. എന്താണ് കോംപ്രിഹെൻസീവ് ഫംഗ്ഷൻ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എൻകോംപാസസ് എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി റിലേഷൻസ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ഫംഗ്ഷൻ, ഫുൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണ് ആക്ച്വലി? വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. ജസ്റ്റ് റിക്രൂട്ട് ചെയ്യുക മാത്രമല്ല, റിക്രൂട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവനെ ട്രെയിൻ ചെയ്യുന്നു, പിന്നെ വേറെ ഡെവലപ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുന്നു, ദെൻ കോമ്പൻസേഷൻ കൊടുക്കുന്നു, പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റ്, അവൻ ഏത് റൂട്ടിലോട്ടാണ് അവന് വിടേണ്ടത് എന്നുള്ളൊരു കാര്യം. ദാറ്റ് ഈസ് പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി റിലേഷൻസ്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷനിൽ പോകുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു എന്താ പറയാ ഒരു പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് ആദ്യമേ തുടങ്ങി ഇപ്പൊ റിക്രൂട്ട്മെന്റ് മാത്രം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റില്ല. ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ അവനെ റിക്രൂട്ട് ചെയ്തു, നമ്മൾ അവനെ ഹയർ ചെയ്തു, അവൻ റിട്ടയർ ആവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. So it's an ongoing process that continues through the employee's life cycle in the organization from hiring to retirement. That's it. Now, എന്താണ്? It is people oriented. So human resource അല്ലെ human എന്നുള്ളൊരു ടേം തന്നെ അതിലുണ്ട്. അപ്പോൾ അത് is based on people, right? So focuses on employees understanding their needs, motivations and well-being to ensure they are productive and satisfying. Okay, പറഞ്ഞ കാര്യം തന്നെയാണ്. It is people oriented. Then ഡെവലപ്മെന്റ് ഓറിയന്റഡ്. സി അവരെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യുക മാത്രമല്ല, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക മാത്രമല്ല, അവരെ കൂടുതൽ ഫോസ്റ്റർ ചെയ്യുക, അവരുടെ ഗ്രോത്തിനെ കൂടുതൽ ഫോസ്റ്റർ ചെയ്യുക, അവർക്ക് കൂടുതൽ വാല്യൂ ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഡെവലപ്മെന്റ് ഓറിയന്റഡ്. എംഫസൈസസ് ഓൺ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ എംപ്ലോയീസ് ത്രൂ ട്രെയിനിങ്, സ്കിൽ എൻഹാൻസ്മെന്റ് ആൻഡ് കാരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. അപ്പോൾ കാരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുക്കാം. സ്കിൽ എൻഹാൻസ്മെന്റ് ആയിട്ടുള്ള ഇപ്പൊ പുതിയൊരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം കൊടുക്കാം, ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ദെൻ മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും അത് ടോപ്പ് ഫ്രം വേരിയസ് ഫീൽഡ് ലൈക്ക് സൈക്കോളജി, sociology, law, economics to understand and manage human behavior in organization. Then ഫീച്ചേഴ്സ്, നേച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ കണ്ടത്. പിന്നെ നമ്മുടെ സിലബസിലുള്ളത് ഫീച്ചേഴ്സ് അല്ലെ, ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എംപ്ലോയി സെൻട്രിക്. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ അല്ലെ, പീപ്പിൾ ഓറിയന്റഡ് അല്ലെങ്കിൽ എംപ്ലോയി സെൻട്രിക് എന്ന് നമുക്ക് പറയാം. പുട്സ് എംപ്ലോയീസ് അറ്റ് ദ സെന്റർ ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്, ഫോക്കസിംഗ് ഓൺ ദെയർ നീഡ്സ്, ഡെവലപ്മെന്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്തുണ്ട് അല്ലെ, എംപ്ലോയി സെൻട്രിക് ആണ്, എച്ച് അല്ലെ, ഹ്യൂമൻ. ദാറ്റ്സ് ഇറ്റ്. ദെൻ എന്താ പറയാ ഗോൾ ഓറിയന്റഡ്. ഒരു ഓർഗനൈസേഷന് ഒരു അൾട്ടിമേറ്റ് ഒരു ഗോൾ ഉണ്ടാവും. അപ്പൊ ആ ഗോളിന് എങ്ങനെ നമുക്ക് എത്താം, ആ ഗോളിലോട്ട് എങ്ങനെ എത്താം, നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള ആൾക്കാരെ വെച്ചിട്ട് എങ്ങനെ അതിലോട്ട് എത്താം. ഇറ്റ് എയിംസ് ടു അച്ചീവ് ബോത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസ് ത്രൂ എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. സോ ഓർഗനൈസേഷന് ഒരു ഗോൾ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലിനും ഒരു ഗോൾ ഉണ്ടാവും. അവിടെ എന്താ പറയാ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ആ ട്രെയിനി ആയിട്ടിരിക്കുക തന്നെയല്ല, ഓരോ വർഷം കഴിയുന്തോറും അവന്റെ സ്കിൽസ് അവൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവന് ഓരോ പ്രൊമോഷൻസ് ഉണ്ടാവും. ഏറ്റവും അവസാനം അവൻ ചിലപ്പോൾ ജനറൽ മാനേജർ വരെ വേണമെങ്കിലും ആവാം. അവൻ
if it is capable. ഓക്കെ, സോ ഇൻഡിവിജ്വൽ ഗോൾസും മറ്റുമൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റീവ് തിങ്, റൈറ്റ്? സോ human resource management integrates various human resource functions like recruitment, training, compensation to ensure a cohesive approach to managing people. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Then mutual relationship. It fosters a positive relationship between the employees and the organization. ഇത് എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. ഇപ്പോ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നമ്മൾ എന്താ പറയാ, നമ്മൾ ജസ്റ്റ് മണി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കാശ് കിട്ടാൻ വേണ്ടി മാത്രം അവിടെ പോയി വർക്ക് ചെയ്യുന്നു വരുന്നു, അങ്ങനെ ഒരു ലൈഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെ? പേഴ്സണൽ ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ ഇല്ലെങ്കിൽ. അതേസമയം കമ്പനി ഈസ് ട്രീറ്റിംഗ് യു ആസ് ലൈക്ക് ആൻ അസെറ്റ്, ദ കമ്പനി, റൈറ്റ്? എങ്കിൽ നമുക്ക് അവർ കൂടുതൽ വർക്ക് ചെയ്യാനും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാനും നമുക്ക് തോന്നും. സോ ദാറ്റ് ഈസ് മ്യൂച്വൽ റിലേഷൻഷിപ്പ്. ദെൻ പ്രൊമോട്ടിംഗ് ട്രസ്റ്റ്, അല്ലെ? അവനെ ഏത് നിമിഷവും പിരിച്ചുവിടും എന്നുള്ളൊരു കണ്ടീഷൻ ആണെങ്കിൽ അവൻ ഒരിക്കലും ആ കമ്പനി നിൽക്കില്ല. ദെൻ കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക്. അപ്പൊ ഇതൊക്കെയാണ് അതിൽ പറയുന്ന ഫീച്ചേഴ്സ്. ദെൻ ചേഞ്ച് മാനേജ്മെന്റ്. ഇപ്പൊ എന്താണ്, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് മാനേജ്മെന്റിൽ ഉണ്ടായെങ്കിൽ പ്ലേസ് എ കീ റോൾ ഇൻ മാനേജിംഗ് ദ ഓർഗനൈസേഷണൽ ചേഞ്ച്, ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു അഡാപ്റ്റ് ടു ന്യൂ പോളിസീസ്, ടെക്നോളജീസ് ആൻഡ് പ്രോസസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ എന്തൊരു ചേഞ്ച്, കമ്പനിയിൽ എന്തൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് അനുസരിച്ച്, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് തന്നെ KT മാറി കഴിഞ്ഞപ്പോൾ സിലബസ് എല്ലാം പെട്ടെന്ന് മാറി. അപ്പോൾ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സർ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് മാറേണ്ടി വരും. അപ്പൊ പുതിയ സിലബസ് ആവും, പുതിയ സബ്ജക്ട്സ് കയറി വരും. അപ്പൊ ആ സബ്ജക്ട്സ് പഠിച്ചുണ്ടാക്കണം, അത് ക്ലാസ്സിൽ അതുപോലെ പ്രസന്റ് ചെയ്യണം. അപ്പൊ ആദ്യം പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ എന്താ ചെയ്യുന്ന കോളേജുകാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജ് മാനേജ്മെന്റ്, ഈ പറഞ്ഞ ഫാക്കൾട്ടിക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള മെറ്റീരിയൽസ് കൊടുക്കണം. എവിടെ നിന്ന് എന്ത് പഠിപ്പിക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് ഈസ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫൈൻ. ദെൻ അതുപോലെ തന്നെ ടെക്നോളജി. ഇപ്പൊ ന്യൂ പോളിസീസ് ഞാൻ പറഞ്ഞ സിലബസ് സിലബസ് മാറി, അതൊരു പുതിയ പോളിസിയാണ്. ദെൻ ഈ പറഞ്ഞ പോലെ ടെക്നോളജീസ്, പുതിയ ടെക്നോളജീസ്. ഇപ്പോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലൊക്കെ ആണെങ്കിലും പുതിയ ഏതെങ്കിലും ഈ പറഞ്ഞ മെഷീനോ കാര്യങ്ങളോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അതിനൊരു ട്രെയിനിങ് കൊടുക്കണം, അതിനെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യം. ദെൻ ലീഗൽ കംപ്ലൈൻസ്, അത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ലീഗൽ, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദി ഓർഗനൈസേഷൻ കംപ്ലൈസ് വിത്ത് ലേബർ ലോസ്. ഇപ്പൊ ലേബർ ലോ ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ 8 hours per day വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സമയം മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ, അതിൽ കൂടുതൽ പറ്റില്ല. ആൻഡ് റെഗുലേഷൻസ്, ദെൻ മിനിമൈസിങ് ലീഗൽ റിസ്ക് ആൻഡ് പ്രൊമോട്ടിംഗ് ഫെയർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ ലോ ആയിട്ടല്ലേ ഒരാളിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതലിട്ട് പണിയെടുപ്പിച്ച് അവനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ആ പറഞ്ഞ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യണം കൃത്യമായിട്ട്. ദെൻ പെർഫോമൻസ് ഓറിയന്റഡ് focuses on enhancing employee performance through effective performance management system, feedback and rewards. Okay, പറഞ്ഞ കാര്യം തന്നെയാണ്. Then it is technology driven. ഇപ്പൊ പഴയ രീതി തന്നെ, ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ ആയിരിക്കില്ല ഒരിക്കലും ഒരു കമ്പനി ഫോളോ ചെയ്തു പോകുന്നത്. കാലങ്ങൾ കൊണ്ട് മാറുന്ന മാറ്റങ്ങൾ, മെഷീനറിയിലാണെങ്കിലും ശരി, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ കമ്പനിയിലും വരാം. സോ അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതിനെ കറക്റ്റ് ആയിട്ട് കോപ്പപ്പ് ചെയ്ത് എല്ലാവരിലും അതെത്തിക്കണം. സോ ഇറ്റ് ലിവറേജസ് ടെക്നോളജി ഫോർ വേരിയസ് ഫങ്ഷൻസ് ലൈക്ക് റിക്രൂട്ട്മെന്റ്. ഇപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ടു ഫേസ് അല്ലാതെ തന്നെ ഈ റിക്രൂട്ട്മെന്റ് നടത്താം. നമുക്ക് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് തന്നെ ഈ ക്ലാസ് എന്ന് തന്നെ, ഐ എം നോട്ട് സീയിങ് യു ഓൾ, റൈറ്റ്? യു ആർ സിറ്റിംഗ് സംവെയർ ആൻഡ് ഐ എം ടീച്ചിങ്, ദാറ്റ്സ് ഇറ്റ്. സോ അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റും അതുപോലെ നടത്താം. നമുക്ക് ഒരു വീഡിയോ കോൺഫറൻസിങ് വഴി റിക്രൂട്ട്മെന്റ് നടത്താം. ദെൻ പെർഫോമൻസ് മാനേജ്മെന്റ്, ദെൻ ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ്. സോ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് ടെക്നോളജി ഡ്രിവണിൽ വരുന്നത്. കൾച്ചറൽ സെൻസിറ്റിവിറ്റി. എന്താണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി? സോ human resource management recognizes and respects the cultural diversity within the organization, promoting inclusivity and equity. അപ്പോ ഇത് നമുക്ക് കൾച്ചറൽ സെൻസിറ്റിവിറ്റി വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ പല റേസിലുള്ള ആൾക്കാർ, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അവരെ എല്ലാത്തിലും ഇപ്പൊ പ്രൊമോട്ടിങ് ഇൻക്ലൂസീവ്ലി എല്ലാവരെയും ഒരു എന്താ പറയാ, ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ വരുമ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുക, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം, ഇക്വിറ്റി എന്നുള്ള കാര്യം, അതൊക്കെ വരുന്നുണ്ട്. ദെൻ ഡിസിഷൻ മേക്കിംഗ്.
ഡിസിഷൻ മേക്കിംഗിൽ ഇൻവോൾവ്സ് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻ based on data and analytics to improve human resource process and outcomes. Okay. Now, objectives of human resource management. അത് നമ്മുടെ സിലബസിൽ കണ്ട സാധനം തന്നെയാണ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം, ജസ്റ്റ് വായിച്ചു വിടാം. ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ റീച്ചസ് ഗോൾസ്. അപ്പൊ ഗോൾസ് എത്താൻ വേണ്ടിയിട്ട് ആണ് ആക്ച്വലി അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദെൻ to ensure effective utilization and maximum development of human resource, പറഞ്ഞു കാര്യം തന്നെയാണ്. To ensure respect for human beings, to identify and satisfy the needs of individuals, to ensure reconciliation of individual goals and those of the organization. So ഈ വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റീകൺസിയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ രണ്ട് ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാതെ അതിനെ സോൾവ് ചെയ്ത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാക്കുക. അതിനെയാണ് റീകൺസിയലേഷൻ എന്ന് പറയുക. ഓഫ് ഇൻഡിവിജ്വൽ ഗോൾസ് വിത്ത് ദോസ് ഓഫ് ഓർഗനൈസേഷൻ. Then to achieve and maintain high moral among employees, to provide the organization with well-trained and well-motivated employees, to increase to the fullest employee job satisfaction and self-actualization, to develop and maintain a quality of work life, to be ethically and socially responsive to the needs of society, to develop overall personality to each employee in the multidimensional aspect, to enhance employee capabilities to perform the present job, and to equip the employees with precision and clarity in transaction of businesses. ഇത് വേറൊന്നുമല്ല, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നുമില്ല, ഇതിനകത്ത് ജസ്റ്റ് വായിച്ചു വിടാന്നേ ഉള്ളൂ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവിടെ വന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് പിൻ പോയിന്റ് ചെയ്ത ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ടത്. ഓക്കെ, നൗ ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത് മുമ്പത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ആ ചോദ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു ചോദ്യം, ഒന്നോ രണ്ടോ ചോദ്യം ഇതിന്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അതിൽ മാനേജറിയൽ ഫങ്ഷൻസ് ഉണ്ട്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, അഡ്വൈസറി ഫങ്ഷൻസും ഉണ്ട്. അപ്പൊ മാനേജറിയൽ ഫങ്ഷന്റെ താഴെ വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്. നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, പഴയ സിലബസിൽ ഈ കാര്യം നമ്മൾ കണ്ടു. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചിരുന്നു, സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെ? സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോൾ എന്നാണ് നമ്മൾ പഠിച്ചത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോൾ, അല്ലെ? അത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പഴയ സിലബസിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന സാധനം കാണുന്നില്ല. അത് വരുന്നത് നമ്മുടെ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള മാനേജ്മെന്റിലാണ് സ്റ്റാഫിംഗ് വരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. സ്റ്റാഫിംഗ് എന്ന് പറയുന്ന സാധനം ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, മാനേജ്മെന്റ് ഫംഗ്ഷനിലാണ് വരുന്നത്. ദെൻ അഡ്വൈസറി, അഡ്വൈസ് ടു ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് അഡ്വൈസ് ടു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്. ദെൻ ഓപ്പറേറ്റീവ് ഫംഗ്ഷനകത്ത് വരുന്നത് പ്രൊക്യൂർമെന്റ് വരും, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, മെയിൻ്റനൻസ്, ഇന്റഗ്രേഷൻ ആൻഡ് സെപ്പറേഷൻ. സോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇതിന്റെ അകത്ത് ഈ വരുന്ന മാനേജറിയൽ ഫംഗ്ഷൻസിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ചോദിക്കുന്നത് ഈ പറഞ്ഞ ഓപ്ഷൻസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് കൊടുത്തിട്ട് ഇതിന്റെ അകത്ത് നിന്ന് സെപ്പറേഷനോ അല്ലെങ്കിൽ ഇന്റഗ്രേഷനോ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്തിടും. എന്നിട്ട് മാനേജറിയൽ ഫംഗ്ഷൻ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തുനിന്ന് ഒരു ഓപ്ഷൻ ഇട്ടിട്ട് ബാക്കി ഓപ്ഷൻസ് ഇതിന്റെ അകത്ത് ഇട്ട് അങ്ങനെ ഷഫിൾ ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചു. ഇതിന്റെ താഴെ വരുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ വരുന്നതാണ് അഡ്വൈസറി. അതിന് ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല, അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അഡ്വൈസ് ടു ടോപ്പ് മാനേജ്മെന്റ്. ഒരു മാനേജർ ഉണ്ടെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ദെൻ അഡ്വൈസ് ടു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുന്നെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. മാനേജറിയൽ ആൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ മാനേജറിയൽ ഫംഗ്ഷനിൽ ആദ്യം വരുന്ന പ്ലാനിങ് ആണ്. അപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ സിലബസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഞാൻ ഇത്രയും സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യാനില്ല. സോ പ്ലാൻ ചെയ്യുന്നു, നമുക്കറിയാലേ, ഇത് ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഓർഗനൈസേഷണൽ ഗോൾ എന്താണെന്ന് ഒരാൾ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് പ്ലാനിങ്. നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും, അല്ലെ? അതിനെ തന്നെയാണ് ഈ പറയുന്ന പ്ലാനിങ് എന്ന്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്, കമ്പനി ചെയ്യാൻ പോകുന്നത് എന്താണ്,
നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണ്, ഇവിടെ ഓർഗനൈസേഷന്റെ ഗോൾ എന്താണെന്ന് പറയുന്നു. ഒരു ഓവറോൾ വ്യൂവിനെയാണ് ആ പറയുന്നത്. ഓക്കെ, സോ പ്രീ ഡിറ്റർമിൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടില്ല, ബട്ട് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. That's it. So in this process, organizational goals and formulation of policies and personal programs for achieving them are talked out. Okay, അല്ലെങ്കിൽ chalked out. ഇത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഓക്കെ പ്ലാനിങ്ങിനെ കുറിച്ച് പറയും. ദെൻ ഓർഗനൈസിങ്. ഇപ്പോ കഴിഞ്ഞ പഴയ സിലബസിൽ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഓർഗനൈസിങ്. കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യണം. സോ ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് ഓഫ് ടാസ്ക്. ഇപ്പൊ ഒരുപാട് ടാസ്ക് ഉണ്ട്, അത് നമ്മൾ പ്ലാനിങ്ങിൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെ ടാസ്കുകളാണെന്ന്. അപ്പൊ ആ ടാസ്കുകളെ കൃത്യമായി ഗ്രൂപ്പ് ചെയ്യുന്നു. അലോക്കേറ്റിംഗ് ഈച്ച് സബോർഡിനേറ്റ്സ് എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ ആ ഒരു ടാസ്ക് ഓരോ ടാസ്ക് ചെയ്യാനും ഓരോ ആൾക്കാരെ ഏൽപ്പിക്കുന്നു. എസ്റ്റാബ്ലിഷിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്, ഡെലിഗേറ്റിംഗ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക്സ്. സോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഒക്കെ കഴിഞ്ഞ സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക്സ്, കൃത്യമായിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് പ്രോപ്പർ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്. അപ്പൊ കൃത്യമായ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക, ഏത് ജോലി ആര് ചെയ്യും എന്നുള്ളൊരു കാര്യം കൃത്യമായി നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തു. അതാണ് ഓർഗനൈസിംഗിൽ പറയുന്നത്, അല്ലെ ഗ്രൂപ്പിംഗ് ഓഫ് ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഡയറക്റ്റിംഗ്, കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്യണം. ഇറ്റ് ഇൻവോൾവ്സ് സൂപ്പർവൈസിങ്, ഗൈഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. സോ ഒരാളിന് ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. കൃത്യമായി അവനത് ചെയ്യുന്നുണ്ടോ സൂപ്പർവൈസ് ചെയ്യണം, അവനെ ഗൈഡ് ചെയ്യണം, അവൻ ചെയ്യുന്നത് ശരിയാണോ അല്ലെന്ന് നോക്കണം, അവനെ മോട്ടിവേറ്റ് ചെയ്യണം. അവനെ എന്താ പറയാ തളർത്താൻ പാടില്ല. അവനെ നമ്മൾ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് വരെ അവനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. That's it. Then direction is essential. Without direction there is no destination. Then the success of an organization may many a times depends on the direction of things rather than the design. Okay, അതേ കാര്യം തന്നെയാണ്. കൃത്യമായി ഡയറക്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ദെൻ അത് മാത്രം ചെയ്താൽ മതിയോ? അത് മാത്രം ചെയ്താൽ പോരാ, അതിനെ എന്താ പറയാ കൺട്രോൾ ചെയ്യണം. സോ മാനേജേഴ്സ് എന്താ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യണം. സോ ഇറ്റ് കംപ്രൈസസ് ദി മെഷറിംഗ് ഓഫ് എംപ്ലോയീസ് പെർഫോമൻസ്, correcting negative deviations and efficient accomplishment of plans. അപ്പോ അവൻ നമ്മൾ എന്താ പറയാ കറക്റ്റ് ഡയറക്റ്റ് ചെയ്താൽ മാത്രം പോരാ, അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. നെഗറ്റീവ് ഡീവിയേഷൻ, എന്തെങ്കിലും തെറ്റാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. ആൻഡ് എഫിഷ്യന്റ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് പ്ലാൻസ്, ആ പ്ലാൻ കൃത്യമായി ചെയ്യാൻ വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യാം. ദാറ്റ് ഇസ് കൺട്രോളിംഗ്. Then it makes individual aware of their performance through reviews, reports, records and personal audit programs. അപ്പൊ എന്താ പറയാ അവരുടെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, റിവ്യൂ എടുക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ ഒരു റിവ്യൂ ചാർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, എന്നിട്ട് എടുക്കാം അയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ പറഞ്ഞ കസ്റ്റമേഴ്സിനോടൊക്കെ ചോദിക്കാം. അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാക്കാം, വർക്ക് ചെയ്യുന്നത് റെക്കോർഡ്സ് ഉണ്ടാക്കാം, പേഴ്സണൽ ഓഡിറ്റ് പ്രോഗ്രാംസ് നടത്താം. അതൊക്കെയാണ് കൺട്രോളിംഗിൽ വരും. അപ്പൊ ആദ്യത്തെ മാനേജറിയൽ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. അതിൽ പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്ടിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്. ദെൻ ഓപ്പറേറ്റീവ് ഫംഗ്ഷനിൽ ആദ്യം പറഞ്ഞ സാധനമാണ് പ്രൊക്വയർമെന്റ് എന്ന് പറയും. എന്താണ് പ്രൊക്വയർമെന്റ്? ഇപ്പൊ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് അതല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രൊക്യൂർ ചെയ്യുക, അതിനെയൊക്കെ നമുക്ക് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇപ്പൊ ആ ഒരു സമയത്ത് ഇത്രയും ആൾക്കാരെ വേണ്ടി വരും, അപ്പോൾ അവരെ പ്രൊക്യൂർമെന്റ് ചെയ്യുക, അവരെ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് വേണമെങ്കിൽ അതിനെ പ്രൊക്യൂർ ചെയ്യുക, അതിനെ നമ്മൾ നമ്മുടെ കൈവശം നമ്മുടെ വരുത്തിക്കുക, അതിനെയാണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്ക് അതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ, ജോബ് അനാലിസിസ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്താണിത്? പ്രോസസ് ഓഫ് കളക്ടിങ് ഇൻഫർമേഷൻ, കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് റിട്ടേണിംഗ് ടു എ സ്പെസിഫിക് ജോബ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിന് എന്തൊക്കെ ആവശ്യം വേണം? റോ മെറ്റീരിയൽസ് വേണം. അപ്പൊ അതിന്റെയൊക്കെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. സോ അതിനാണ് ജോബ് അനാലിസിസ് എന്ന് പറയാം. പ്രൊക്യൂർമെന്റിൽ ആദ്യം വരുന്ന കാര്യമാണ് ജോബ് അനാലിസിസ്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻ, കൂടുതൽ ഇൻഫർമേഷൻ കയ്യിൽ കളക്ട് ചെയ്ത് വെക്കുക. ദെൻ അതിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ഇവിടെയും പറയുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിൽ എത്തിക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ആവശ്യം വരും, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം മാൻ പവറിന്റെ ആവശ്യം ഒരുപാട് വരുമ്പോൾ ആ ഒരു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ചെയ്യുക. പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ആൻഡ് അഷ്യൂറിംഗ് ദാറ്റ് ദി ഓർഗനൈസേഷൻ വിൽ ഹാവ് അഡക്വേറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺസ് അവൈലബിൾ അറ്റ് പ്രോപ്പർ ടൈംസ് പെർഫോമിംഗ് ജോബ്സ് അല്ലെ. നേരത്തെ പറഞ്ഞല്ലേ റെയിൻകോട്ട്, ഈ പറഞ്ഞ റെയിനി സീസൺ ആകുമ്പോൾ റെയിൻകോട്ട് അല്ലെങ്കിൽ അംബ്രാൾസിന്റെ പ്രൊഡക്ഷൻ കൂടും.
അപ്പോൾ അത്രയും ഒരു മാൻ പവർ വേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് കൃത്യമായി പ്ലാൻ ചെയ്തു. അപ്പോൾ അതും പ്രൊക്യൂർമെന്റിൽ വരുന്നൊരു കാര്യം തന്നെയാണ്. ദെൻ പ്രൊക്യൂർമെന്റിൽ വരുന്ന കാര്യം തന്നെയാണ് റിക്രൂട്ട്മെന്റ് അതിൽ തന്നെയാണ് വരുന്നത്. സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ടു ആൻഡ് സിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ദെൻ റിക്രൂട്ട്മെന്റ് ചെയ്താൽ മാത്രം പോരാ, അവരെ സെലക്ട് ചെയ്യണം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ആപ്ലിക്കൻസ് വിത്ത് regard to their suitability for the given job or jobs and choosing the best from the suitable candidates and rejecting the others. So ആവശ്യമില്ലാത്തതിനെ റിജക്ട് ചെയ്തിട്ട് ആവശ്യമുള്ള നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. ദെൻ അവരെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നു. അവര് ഏത് ഇപ്പോ ടെക്നിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവനെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഇതിലോട്ട് ഇടും. മാനേജ്മെന്റ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ആളാണെങ്കിൽ അവരെ മാനേജ്മെന്റ് ഫീൽഡിലോട്ട് ഇടും. പ്ലേസ്മെന്റ് is the actual positioning അല്ലെങ്കിൽ ആസ് posting of the candidates for the specific job. It involves the assigning of specific rank and responsibility to the candidate. അപ്പോൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ ആ പൊസിഷനിൽ ഇരുത്തുക. അതാണ് പ്ലേസ്മെന്റ്. കൃത്യമായി പ്ലേസ് ചെയ്യുക. അവൻ ഏത് ജോലിയാണ് ചെയ്യാൻ കേപ്പബിൾ ആ ഒരു സ്ഥലത്ത് അവനെ പ്ലേസ് ചെയ്യുക. ദെൻ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഇപ്പൊ പ്ലേസ് ചെയ്താൽ മാത്രം പോരാ, ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കണം, ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം കൊടുക്കണം. ടെക്നിക് ബൈ വിച്ച് എ ന്യൂ എംപ്ലോയി ഈസ് റീഹാബിലിറ്റഡ് in his new surrounding and introduce the practices, policies and people. അപ്പൊ അതിന്റെ അകത്ത് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് എന്താണ് ആ കമ്പനിയിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞിട്ട് അവർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്തൊക്കെയാണ് ആ കമ്പനിയിലെ പ്രാക്ടീസസ്, എന്തൊക്കെയാണ് അവിടുത്തെ പോളിസീസ്, അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടുത്തുക. സോ അതൊക്കെയാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷനിൽ വരിക. Then internal mobility. എന്താണ് internal mobility? So the process of movement of employee from one job to another through transfers and promotion. അപ്പോൾ അത് നമുക്ക് കേട്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ ട്രെയിനി ആയിട്ട് കയറിയ ഒരാളിന് അവന്റെ എന്താണ് അവന്റെ ഒരുപാട് കൊല്ലം വർക്ക് ചെയ്തു. അപ്പൊ വർക്ക് ചെയ്ത് അവന്റെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്, നന്നായി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവന് പ്രൊമോഷൻ കൊടുക്കും. അപ്പൊ അതിനാണ് ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇന്റേണൽ മൊബിലിറ്റി ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പ്രൊമോഷൻ ആണ്, ട്രാൻസ്ഫർ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവില്ല. സോ ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുന്ന സാധനം ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് ഓർക്കുക. ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫറും പ്രൊമോഷനും ഒക്കെ കൊടുക്കുന്നതാണ് ഇന്റേണൽ മൊബിലിറ്റി എന്ന് പറയുക. ഓക്കെ, അല്ലാതെ ഇന്റേണൽ ആയിട്ട് മൂവ് ചെയ്യുന്നതിനല്ല പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേറ്റീവ് ഫംഗ്ഷനിലെ രണ്ടാമത്തെ കാര്യമാണ് ഡെവലപ്മെന്റ്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് അതിനകത്ത് ട്രെയിനിങ് വരുന്നുണ്ട്. So it is a continuous process by which employees learn skills, knowledge, abilities and attitudes to further organizational and personal goals. നേരത്തെ പറഞ്ഞല്ലേ, ഓർഗനൈസേഷണൽ ഗോളും ഉണ്ടാവും, പേഴ്സണൽ ഗോളും ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പുതിയ മെഷീനറി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിൽസ് അവരെ പഠിപ്പിച്ചെടുക്കണം. അത് പഴയ ആൾക്കാർ. ഇനി പുതിയ ആൾക്കാരാണ് വരുന്നതെങ്കിൽ അവരെ ആ ഒരു കമ്പനിയിലുള്ള മെഷീനറീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് കൃത്യമായ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ദെൻ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ്. അപ്പൊ എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് മാനേജറിയൽ സ്കിൽസ്. മാനേജറിയൽ സ്കിൽസ് ആണ് എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റിൽ വരിക. ആൻഡ് കാപ്പബിലിറ്റീസ് ത്രൂ അപ്രോപ്രിയേറ്റ് പ്രോഗ്രാംസ്. Then career planning and development. So planning one's career and implementation of career plans. It includes a succession planning, which implies identifying, developing and tracking key individuals for executive positions. അപ്പോൾ മാനേജറിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ് പൊസിഷനിലോട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോ ബിടെക് പ്ലസ് MBA ആയിട്ടുള്ള ആളാണ് കമ്പനിയിൽ വരുന്നതെങ്കിൽ അവനൊരു മാനേജറിയൽ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. സോ അതാണ് കാരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അവരുടെ എന്താ പറയാ, അവരുടെ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റൊക്കെ വെച്ചിട്ട് കൃത്യമായി കാരിയർ പ്ലാനിങ് കൊടുക്കാം. അതിനുള്ള ഡെവലപ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം. ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, HR, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെ. ടേംസ് ഓഫ് ഡെവലപ്പിംഗ് ദ ടോട്ടൽ ഓർഗനൈസേഷൻ. ടോട്ടൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒരു ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ കാണുന്നുണ്ട് that creates a climate that enables every employee to develop and use his capabilities in order to further both individual and organizational goals. So ഇൻഡിവിജ്വൽ ഗോൾസും ഓർഗനൈസേഷൻ ഗോൾസും അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് യൂസ് ചെയ്യുക. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ നമ്മൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടോട്ടൽ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ദെൻ ഓപ്പറേറ്റീവ് മാനേജ്മെന്റിലെ മൂന്നാമത്തെ കാര്യമാണ് കോമ്പൻസേഷൻ. അപ്പൊ കോമ്പൻസേഷൻ നമ്മൾ ആദ്യത്തെ സ്ലൈഡിലൊക്കെ കണ്ടായിരുന്നു അല്ലേ. കോമ്പൻസേഷൻ അതിന്റെ അകത്ത് നമ്മൾ വേജസ്, സാലറി എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കണമെങ്കിൽ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യണം.
ജോബ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റും. സോ ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് the relative worth of the job in order to establish which job should be paid more than others within the organization. സോ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പിലെ ജോബ് അവിടെ ഉണ്ടാവും. അതിൽ ടഫ് ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ടാവും. അപ്പൊ ടഫ് ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ടെങ്കിൽ ആ ടഫ് ആയിട്ട് ചെയ്യുന്ന ജോബിന് കൂടുതൽ പേയ്മെന്റ് കൊടുക്കണം അല്ലെ. അതാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദെൻ പെർഫോമൻസ് അപ്രൈസൽ. സോ പെട്ടെന്ന് പെർഫോമൻസ് അപ്രൈസൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരാളിനെയും പുകത്തി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതാണ് അല്ലെ. ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് വേ ഓഫ് ഇവാലുവേറ്റിംഗ് വർക്ക് റിലേറ്റഡ് ബിഹേവിയർ ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി എംപ്ലോയീസ്. സോ ആ ഒരു ഇവാലുവേഷൻ വർക്ക് ഇവാലുവേഷനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുക. ഓക്കെ, സോ അത് തെറ്റിപ്പോകരുത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇവാലുവേറ്റിംഗ് ദ വർക്ക് റിലേറ്റഡ് ബിഹേവിയർ ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി എംപ്ലോയീസ്. ദെൻ കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്താണ് പ്രോസസ് ഓഫ് ഡിവൈഡിങ് ഹൗ മച്ച് ആൻ എംപ്ലോയി ഷുഡ് ബി പെയ്ഡ്. സോ ഇവിടെ നമ്മൾ എന്താണ് ജോബ് ഇവാലുവേഷനിൽ നമ്മൾ ചെയ്തത് എന്താണ്, ജോബ് ഇവാലുവേഷനിൽ ഓരോ ജോബ് ചെയ്യാനും എത്രത്തോളം പേ ചെയ്യണം എന്നുള്ളൊരു കാര്യം അത് ജോബിനെ കുറിച്ചാണ് പറയുന്നത്. അതേസമയം കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷനിലും പറയുന്നത് എന്താ, ഓരോ എംപ്ലോയീസിനും എത്രത്തോളം പേ ചെയ്യണം, അവൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, അവൻ എത്ര അവന്റെ ഈ പറഞ്ഞ ജോബ് ഇവാലുവേഷൻ വെച്ച് കമ്പയർ ചെയ്തിട്ട് അവനെ എങ്ങനെ പേ ചെയ്യണം എന്നുള്ളൊരു കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനാണ് കോമ്പൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. ദെൻ ഇൻസെന്റീവ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. ആദ്യത്തെ സ്ലൈഡ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, കോമ്പൻസേഷനിൽ ഇൻസെന്റീവ്സ് എന്താണ് ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഇൻ അഡീഷൻ ടു ദ ബേസിക് വേജ് സ്ട്രക്ചർ ഓർഗനൈസേഷൻസ് മസ്റ്റ് പ്രൊവൈഡ് ഇൻസെന്റീവ് കോമ്പൻസേഷൻ ബേസ്ഡ് ഓൺ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആർ ഓഫേർഡ് ടു ഓൾ എംപ്ലോയീസ് ആസ് റിക്വയർഡ് ബൈ ദ ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഈ പറഞ്ഞ എന്താ പറയാ ഹെൽത്തിന്റെ കാര്യങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റ്, അതായത് ഈ പറഞ്ഞ എന്താ പറയാ നമ്മളതിനെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ്സിൽ വരും. പിന്നെ അവന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് വാല്യൂ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇൻസെന്റീവ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ. നന്നായി ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പുള്ളിക്ക് ഇൻസെന്റീവ്സ് കൊടുക്കും. ദെൻ അതിൽ നാലാമത് വരുന്ന കാര്യമാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അപ്പൊ വർക്ക് എൻവയോൺമെന്റ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഫ്രം ഫിസിക്കൽ ഹസാർഡ്സ് ഒന്നും വരാൻ പാടില്ല, അൺഹെൽത്തി കണ്ടീഷൻസ് ആയിട്ടുള്ള കാര്യം പറ്റില്ല, അൺസേഫ് ആക്ട്സ് ഓഫ് അതർ പേഴ്സൺ അല്ലെ, വേറെ ആരും വേറൊരാളിന്റെ പ്രവൃത്തി കൊണ്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളിന് ഒരു പ്രശ്നവും വരാൻ പാടില്ല. ദാറ്റ്സ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ദെൻ എംപ്ലോയി വെൽഫെയർ, അതും മെയിൻ്റനൻസിൽ തന്നെ പറയാം. സർവീസസ്, അമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ എംപ്ലോയീസ് വിതിൻ ഓർ ഔട്ട്സൈഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. സോഷ്യൽ വെൽബീങ് പറയുമ്പോൾ അതിൽ ഹൗസിംഗ് അല്ലെ, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയുക ഒരു ഹൗസിംഗ് ഫെസിലിറ്റി കൊടുക്കാം, അല്ലെങ്കിൽ അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കമ്പനിയിൽ എത്താൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കാം, അവന്റെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, പിന്നെ എന്തെങ്കിലും റെക്രിയേഷണൽ ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ദെൻ അതിൻ്റെ ഉള്ളിൽ തന്നെ മെയിൻ്റനൻസിൽ വരുന്നത് തന്നെയാണ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ടു വുമൺ, സിക്നസ് ബെനിഫിറ്റ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, വർക്ക്മെൻ കോമ്പൻസേഷൻ. സോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരാം. ഇപ്പൊ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്സ്, അപ്പൊ എന്തെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞ പോലെ എന്താ കൈക്കോ കാലിനോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്ന് അപ്പൊ ആള് ഡിസേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വികലാംഗനോ അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലുള്ള ബെനിഫിറ്റ്സ്. പിന്നെ ഈ പറഞ്ഞ പ്രോവിഡന്റ് ഫണ്ട്, പിന്നെ പെൻഷൻ, ഗ്രാറ്റുറ്റി, ആ കാര്യങ്ങളൊക്കെ അതിനെയാണ് സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. അത് വരുന്നത് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ കീഴിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അഞ്ചാമത് വരുന്നത്, അതായത് ഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ അഞ്ചാമത് വരുന്ന ഫംഗ്ഷൻ ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, കട്ട് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാത്തിനെയും ആഡ് ചെയ്യുക. സോ മോട്ടിവേഷൻ, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡ്, നോൺ ഫിനാൻഷ്യൽ ഒരു റിവാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രീവൻസ് റീഡ്രസൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഒരുമിച്ച് വിളിച്ചിരുത്താം, എന്നിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. ദെൻ കോൺഫ്ലിക്ട് മാനേജ്മെന്റ്. കോൺഫ്ലിക്ട് മാനേജ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ പല യൂണിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്, അതായത് ഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ വരുന്നതാണ് ഇന്റഗ്രേഷൻ. അതിൽ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് വരും. ദെൻ പേഴ്സണൽ റെക്കോർഡ്സ്. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിനും, കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വലിനും ഒരു പേഴ്സണൽ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അവൻ ഇന്ന സമയത്താണ് വന്നത്,
ഇന്ന സമയത്താണ് അവൻ റിട്ടയർ ആവാൻ പോകുന്നത്. അപ്പോൾ അവന്റെ ആ ഒരു ടൈമിൽ എന്തൊക്കെയാണ് അവന് ചെയ്തു കൊടുക്കേണ്ടത്, അവന്റെ കൃത്യമായി അവൻ വരുന്നുണ്ടോ, അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ റെക്കോർഡ്സിൽ വരിക. ട്രെയിനിങ് അച്ചീവ്മെന്റ്സ്. സോ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെ ട്രെയിനിങ് എടുത്തു, അതിന്റെ അച്ചീവ്മെന്റ്സ്, അവന് എന്തെങ്കിലും ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടോ, പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പേഴ്സണൽ റെക്കോർഡ്സ് എന്ന് പറയാം. ഓക്കെ, നോ പിന്നെ കളക്റ്റീവ് ബാർഗെയിനിങ്. അതും ഇതിൽ വരുന്ന തന്നെയാണ്, ഇന്റഗ്രേഷനിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. ദ ഓൺഗോയിങ് പ്രോസസ് ഓഫ് നെഗോസിയേഷൻ ബിറ്റ്വീൻ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് ടു എസ്റ്റാബ്ലിഷ് ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പോൾ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ, മാനേജ്മെന്റുമായിട്ട് വരികയാണെങ്കിൽ, ഒരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യുക, അതിനെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുക. അപ്പൊ അതും ഇന്റഗ്രേഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ അവർക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടാവും. ആ റെപ്രസെന്റേറ്റീവ് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച് ഈ പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യും. അതിനാണ് കളക്റ്റീവ് ബാർഗനിങ് എന്ന് പറയുക. ദെൻ ഡിസിപ്ലിൻ, അല്ല കൃത്യമായ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഏതൊരു കമ്പനി ആയാലും ശരി, അവിടെ ഒരു ഡിസിപ്ലിൻ, ഒരു എല്ലാവരും പാലിക്കേണ്ട ഡിസിപ്ലിൻ ഉണ്ടാവും. അപ്പൊ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഇൻഡസ്ട്രിയൽ ലേബർ റിലേഷൻ. അപ്പോ ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഒരു ഞാൻ പറഞ്ഞു പല യൂണിയൻസ് ഉണ്ടാവും. അപ്പൊ ആ യൂണിയൻസ് തമ്മിലുള്ള ഒരു റിലേഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ, ആ സ്റ്റേറ്റും യൂണിയനും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ എംപ്ലോയേഴ്സ് ആൻഡ് ഗവൺമെന്റ് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ കുറെ ആൾക്കാരുണ്ട്. ആ ആൾക്കാർ മാത്രമല്ല റിലേഷൻ, അവർ പുറത്തുള്ള ആൾക്കാരുമായിട്ടും ഗവൺമെന്റുമായിട്ടും ഉള്ള റിലേഷൻ, അതിനൊക്കെയാണ് എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും പോളിസീസും മറ്റുമൊക്കെ എടുക്കുമ്പോൾ അത് പൊതുജനത്തെ ബാധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അതിനെ ബാധിക്കാൻ പാടില്ല. സോ ആ ഒരു റിലേഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് അതും ഇന്റഗ്രേഷനിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻഡസ്ട്രിയൽ ലേബർ റിലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും അവസാനം അതിൻ്റെ അകത്ത് ആറാമതായിട്ട് പറയുന്ന കാര്യമാണ് നമ്മുടെ ഓപ്പറേറ്റീവ് ഫംഗ്ഷനിൽ ആറാമതായിട്ട് വരുന്ന കാര്യമാണ് സെപ്പറേഷൻ എന്ന് പറയുക. അപ്പൊ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയി പോവുക എന്ന് പറഞ്ഞാൽ എന്താ, റിട്ടയർ ആയി പോകും. അതിന്റെ റിമൂവൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരാളാണ്, അവനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. പിന്നെ ഇൻ കേസ് ഓഫ് ഡെത്ത്, ആള് അവിടെ നിന്ന് സെപ്പറേറ്റ് ആയി പോവുകയാണ്. ഇൻ കേസ് ഓഫ് ലേ ഓഫ്, കമ്പനി വർക്ക് ചെയ്യുന്നില്ല, ആ ഒരു പ്രൊജക്ട് ലേ ഓഫ് ആയി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ആ പ്രൊജക്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്തും പല ആൾക്കാരും അവിടെ നിന്ന് പിരിഞ്ഞു പോകും, നിർത്തിപ്പോകും. സോ ലേ ഓഫ് ടൈമിൽ വരുന്നത് ഡൗൺ സൈസിങ്, ഈ കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുന്നു. അപ്പൊ അങ്ങനെ കുറെ പേര് സെപ്പറേറ്റ് ആയി പോകും. ദെൻ കമ്പൽസറി റെസിഗ്നേഷൻ, കമ്പൽസറി ആയിട്ട് റിസൈൻ ചെയ്തു പോകും. എന്തെങ്കിലും കമ്പനിയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരെ റിസൈൻ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ അതാണ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ വരും. ഓക്കെ, അതിൽ മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് അഡ്വൈസറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ അത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, അഡ്വൈസ് ടോപ്പ് മാനേജ്മെന്റ്. അപ്പോ എല്ലാത്തിലും മാനേജേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഉണ്ടാവും. നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ പഴയ സിലബസിൽ നമ്മൾ കണ്ടായിരുന്നല്ലേ, ലെവൽസ് ഓഫ് മാനേജ്മെന്റ് കണ്ടു. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, പിന്നെ ഈ പറഞ്ഞ പോലെ ലോവർ ലെവൽ. ഓക്കെ, അപ്പൊ ഈ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരായിരിക്കും മെയിൻ ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങും ഈ പറഞ്ഞ പോളിസീസ് ഒക്കെ മേക്ക് ചെയ്യുന്നത്. അപ്പൊ അവർ പോളിസീസ് മേക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മിഡിൽ ലെവലിലും ഈ പറഞ്ഞ ബോട്ടം ലെവലിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാവുന്ന ആൾക്കാർ നമ്മൾ അഡ്വൈസറി മാനേജേഴ്സ് ആയിരിക്കും. അഡ്വൈസറി മാനേജേഴ്സ്. അപ്പൊ ഈ അഡ്വൈസറി മാനേജേഴ്സിന് മിഡിൽ ലെവലിലെയും ബോട്ടം ലെവലിലെയും കാര്യങ്ങൾ അറിയായിരിക്കും. ആ കാര്യങ്ങൾ ടോപ്പ് ലെവലിൽ പറഞ്ഞു കൊടുക്കും. സോ എ ട്രെയിൻ പേഴ്സണൽ മാനേജർ അസസ് ടോപ്പ് മാനേജ്മെന്റ് വെൻ ഫോർമുലേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഈ പറഞ്ഞ പോലെ ഓരോ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ അഡ്വൈസ് കൊടുക്കും, ഓരോ സജഷൻസ് കൊടുക്കും. ആൻഡ് പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ദി ഓർഗനൈസേഷൻസ് ഹ്യൂമൻ റിസോഴ്സസ്. ഈ പറഞ്ഞ പോലെ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ എന്താ പറയാ, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഒരുപാട് എണ്ണം കുറവുണ്ടെങ്കിൽ അവർക്ക് ഹ്യൂമൻ റിസോഴ്സ് വേണം. അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. ആൻഡ് എച്ച് ആർ മാനേജർ ഓൾസോ suggests maintaining good human relations while ensuring high employee morale. Then advise departmental heads. ഇപ്പോ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, ഓർഗനൈസേഷൻ പറഞ്ഞപ്പോ ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ ഒക്കെ പറഞ്ഞായിരുന്നു നമ്മൾ. അപ്പൊ അതില് പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, പല ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഉണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ മാനേജേഴ്സ്, അഡ്വൈസറി മാനേജേഴ്സിന് പല ഡിപ്പാർട്ട്മെന്റിലുള്ള ഹെഡുകളുമായിട്ടും കോൺടാക്ട് ഉണ്ടാവും. അവരുമായിട്ട് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് വേണോ, കൂടുതൽ വേണോ, കുറച്ച് മതിയോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം അഡ്വൈസ് ചെയ്യുന്നത് ഈ പറഞ്ഞ അഡ്വൈസറി ലെവലിലെ മാനേജ്മെന്റ് ആയിരിക്കും. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നമുക്ക് ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ, നമുക്ക് അഡ്വൈസറി ഫംഗ്ഷനിൽ കേൾക്കുമ്പോൾ തന്നെ അഡ്വൈസ് ടോപ്പ് മാനേജ്മെന്റും അഡ്വൈസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും.
ഓക്കെ, അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ സ്ലൈഡ് കണ്ടതിൽ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് മാനേജറിയൽ ഫങ്ഷൻസ് എന്താണ്, ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് എന്താണ്, അഡ്വൈസറി ഫങ്ഷൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിലെ ഓരോ സംഭവങ്ങളും ഏതിലാണ് വരുന്നത്, അത് എന്താണ് എന്ന് കൃത്യമായി ഓർത്തു വെക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവാണ്, ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇവിടെ പറയുമ്പോൾ തന്നെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു പോയായിരുന്നു. യെസ്, ഇവിടെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മാൻ പവർ പ്ലാനിംഗ് ഉണ്ട്, റിക്രൂട്ട്മെന്റ് ഉണ്ട്, അതെല്ലാം ഇതിലാ വരുന്നത്. സക്സഷൻ പ്ലാനിംഗ് ആൻഡ് ടാലന്റ് മാനേജ്മെന്റ്, പോളിസി പ്രൊസീജിയർ, പെർഫോമൻസ് മാനേജ്മെന്റ്, ജോബ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ്, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് പ്രോഗ്രാം, എംപ്ലോയർ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ, എംപ്ലോയി എൻഗേജ്മെന്റ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ അകത്ത് ഇൻവോൾവ്സ് ദ പ്രോസസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓർഗനൈസേഷൻസ് യൂസ് ടു ഡെവലപ്പ് ദെയർ എംപ്ലോയീസ് സ്കിൽസ്, used to develop employees' skills, knowledge, and abilities. It focuses on improving performance, enhancing employee satisfaction, and fostering career growth. അപ്പൊ അവനെ എങ്ങനെ ഇപ്പോ റിക്രൂട്ട് ചെയ്ത ആളിനെ എങ്ങനെ അവനെ ഒരു ബെറ്റർ ആയിട്ടൊരു പൊസിഷനിൽ എത്തിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് ട്രെയിനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ കൂടുതലായിട്ടും പറയുക. അവന്റെ വർക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നു, ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പുള്ളി ബാക്ക് ആണെങ്കിൽ അവന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. അവന്റെ സ്കിൽസ്, എംപ്ലോയീസിന്റെ സ്കിൽസ് കൂട്ടുന്നു, അവന്റെ നോളജ് കൂട്ടുന്നു, എബിലിറ്റീസ് കൂട്ടുന്നു. സോ അതിനൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ സാധനം എടുക്കുക. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള റോൾ എന്താണ് നമുക്ക് നോക്കാം. എൻഹാൻസിങ് എംപ്ലോയീസ് കേപ്പബിലിറ്റീസ്. അപ്പൊ എന്താ പറയാ, ചില ആൾക്കാർക്ക് എന്താ അവരുടെ ഒരു കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് അവർ ചിലപ്പം അറിയില്ലുണ്ടാവില്ല. അവർക്ക് ഇത്രയും കേപ്പബിൾ ആണെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പാടുണ്ടാവില്ല. സോ അത് കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതെന്താണ് ആ ഒരു ടാറ്റിക്സ് എന്ന് നമ്മളത് ആ സമയത്ത് പറയാം. So aims to improve the skills, knowledge, and abilities of employees, ensuring that they can perform their jobs effectively and efficiently. അപ്പൊ അവന്റെ കേപ്പബിലിറ്റീസ് കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ട്രെയിനിങ് പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവൻ എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് അവന്റെ കേപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യുക. ദെൻ ഫെസിലിറ്റേറ്റിംഗ് കാരിയർ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കാരിയർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്ലാൻ ആൻഡ് മാനേജ് ദ കാരിയർ പാസ്, ഓഫറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെന്റ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് വിതിൻ ദി ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്ത് കാരിയർ ഡെവലപ്പ് ചെയ്യുക. ദെൻ സപ്പോർട്ടിങ് ഓർഗനൈസേഷണൽ ചേഞ്ച്. ദെൻ നേരത്തെ ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി സപ്പോർട്ട് ചെയ്ത് അതനുസരിച്ച് KTUന്റെ സിലബസ് ഒക്കെ ഞാൻ പറഞ്ഞു. അസിസ്റ്റ് ഇൻ മാനേജിങ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് organizational change by preparing employees to adapt to new policies, technologies, and strategies. Okay, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Then improving organizational performance. Developing a skilled and knowledgeable workforce, human resource development contributes to overall organizational performance and productivity. അപ്പോൾ ഇംപ്രൂവിംഗ് ദ ഓർഗനൈസേഷൻ. അപ്പം ഈ ഒരു എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് കൊണ്ട് ഒരാളിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഓവറോൾ ആയിട്ട് എന്താ സംഭവിക്കുക, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കൂടും, അതിന്റെ പ്രൊഡക്ടിവിറ്റിയും കൂടും. പ്രൊമോട്ടിങ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. അപ്പോൾ പല ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രോഗ്രാംസ്, ഈ പറഞ്ഞ കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കാം. So, supportive and engaging work environment which can enhance job satisfaction and employee morale. Then ensuring compliance and competency. Then driving innovation and creativity. So, ഇതെല്ലാം പറഞ്ഞ കാര്യം തന്നെയാണ്, പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്ത ടൈം കളയുന്നില്ല. Then objectives of human resource development. അപ്പൊ അതിന്റെ അകത്ത് സ്കിൽ ഡെവലപ്മെന്റ്, മെയിൻ ആയിട്ട് ട്രെയിനിങ് തന്നെയാണ് സ്കിൽ ഡെവലപ്മെന്റ്, നോളജ് എൻഹാൻസ്മെന്റ്, ദെൻ കാരിയർ പ്രോഗ്രഷൻ, ആ ഒരു കാരിയർ എങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു കാര്യം. ദെൻ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്, ദെൻ ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ആൻഡ് എംപ്ലോയി എൻഗേജ്മെന്റ്. ഈ ടോപ്പിക് ഈ പറഞ്ഞ ഇതേ പോയിന്റുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. നമ്മുടെ എന്താ പറയുക, സിലബസിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ MBAയിൽ വരുന്ന നോട്ട്സ് ആണ് അത്. അപ്പൊ അതിന്റെ അകത്ത് ഈ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ച്, നോളജ് എൻഹാൻസ്മെന്റിനെ കുറിച്ച്, കാരിയർ പ്രോഗ്രഷനെ കുറിച്ച്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റ്, ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്, എംപ്ലോയി എൻഗേജ്മെന്റ്, ദെൻ അഡാപ്റ്റബിലിറ്റി ആൻഡ് ഇന്നോവേഷൻസ് അല്ലെ, എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. അപ്പൊ അതിന് ഇനി കൂടുതലൊന്നും പറയാനില്ല. ദെൻ വർക്ക് ഫോഴ്സ് പ്ലാനിങ്, നേരത്തെ പറഞ്ഞതേ കാര്യം അല്ലെ, വർക്ക് ഫോഴ്സ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. നമുക്ക് കുറെ എംപ്ലോയീസിനെ വേണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ കൂട്ടി കണ്ട് അവരെ റിക്രൂട്ട് ചെയ്യുക. ദെൻ കംപ്ലയൻസ് ആൻഡ് സേഫ്റ്റി, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സേഫ്റ്റി കംപ്ലയൻസ്. ദെൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. Then human resource development strategies to achieve objectives. എന്താണ് ട്രെയിനിങ് പ്രോഗ്രാം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക. മെന്റർഷിപ്പ് ആൻഡ് കോച്ചിങ്, ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകം എന്താ പറയാ ഒരു സെഷൻ അതിന് വേണ്ടി തന്നെ കൊടുക്കാം. ഇപ്പൊ മെന്റർഷിപ്പ് ആൻഡ് കോച്ചിങ്, മെന്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ അടുത്ത് ഒരു മെന്റർ ഉണ്ടെങ്കിൽ അതിനെ മെന്റർഷിപ്പ് കൊടുക്കുക എന്ന് നമുക്ക് പറയാം. So provide mentorship and coaching to support employees' career development. Then performance appraisals, നേരത്തെ പറഞ്ഞ performance appraisal എന്താണെന്ന്. So implement regular performance reviews അല്ലെ, സ്റ്റഡി ചെയ്യുകയാണ്, അതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. ഗീവ് ഫീഡ്ബാക്ക് ആൻഡ് സെറ്റ് ഡെവലപ്മെന്റ് ഗോൾസ്. ദെൻ കരിയർ പാത്തിങ്, ദെൻ കണ്ടിന്യൂസ് ലേണിംഗ്, ആൻഡ് ദെൻ എംപ്ലോയി എൻഗേജ്മെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഡൈവേഴ്സിറ്റി ട്രെയിനിങ് ഒക്കെ ഓൾറെഡി കണ്ടതാണ്. അതാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്, ജസ്റ്റ് വായിച്ചു വിടാന്നേ ഉള്ളൂ. ദെൻ ഇനി വരുന്നതാണ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, എംപ്ലോയി ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് എംപ്ലോയി ട്രെയിനിങ്. അപ്പൊ എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യാം? ദ പ്രോഗ്രാം ദാറ്റ് ഇസ് ഡിസൈൻ ടു ഇൻക്രീസ് ദ ടെക്നിക്കൽ സ്കിൽസ്, നോളജ്, എഫിഷ്യൻസി ആൻഡ് വാല്യൂ ക്രിയേഷൻ ടു ഡു എനി സ്പെസിഫിക് ജോബ് ഇൻ എ മച്ച് ബെറ്റർ വേ. ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ അവന് ഒരു എന്താ പറയാ ഒരു ട്രെയിനിങ് കൊടുത്ത അവന്റെ ടെക്നിക്കൽ സ്കില്ലും നോളജും എഫിഷ്യൻസിയും ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അങ്ങനെ എഫിഷ്യൻസി കൂടുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവനത് ചെയ്യാൻ പറ്റും. സോ എംപ്ലോയി ട്രെയിനിങ് പ്രോഗ്രാം ഈസ് എ പീരിയോഡിക്കൽ ആൻഡ് ഗിവൺ അറ്റ് റെഗുലർ ഇന്റർവൽസ്. ഇറ്റ് ഈസ് നെവർ കണ്ടിന്യൂസ് അല്ലെ. അപ്പോ ഈ പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമുക്ക് പെർ മന്ത് അല്ലെങ്കിൽ പെർ 6 months അല്ലെങ്കിൽ പെർ ഇയർ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. എംപ്ലോയി ട്രെയിനിങ് ഇൻക്രീസസ് ദ നീഡഡ് skill set and helps in development of employee as well as overall growth of the organization. Then importance of employee training എന്താണ്? ന്യൂ കാൻഡിഡേറ്റ് അല്ലെ, ഒരു പുതിയ ഒരാൾ ജോലിക്ക് വരികയാണെങ്കിൽ അവൻ എന്തായാലും ട്രെയിനിങ് കൊടുത്തേ പറ്റും. The training familiarize them with the organizational mission, vision, rules and regulation and working conditions. Then existing employees are trained to refresh and enhance their knowledge. See, already ഉള്ള എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. കാരണം അവരെ ഈ പറഞ്ഞ പോലെ പുതിയ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തായാലും ട്രെയിനിങ് കൊടുത്തേ പറ്റും. അപ്പോൾ ഒരു റിഫ്രഷ്മെന്റ് കോഴ്സും അവരുടെ നോളജ് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയൊക്കെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. സോ ഇഫ് എനി അപ്ഡേഷൻ ആൻഡ് അമെൻഡ്മെന്റ്സ് ടേക്ക് പ്ലേസ് ഇൻ എ ടെക്നോളജി, ട്രെയിനിങ് ഈസ് ഗിവൺ ടു കോപ്പ് അപ്പ് വിത്ത് ദോസ് ചേഞ്ചസ്. ഫോർ ഇൻസ്റ്റൻസ് purchasing a new equipment. അല്ല, എപ്പോഴും പറയുന്ന എക്സാമ്പിൾ, purchasing a new equipment, changing in technique of production, computer implantment. The employees are trained about use of new equipment and work methods. നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മളെ സർക്കാർ എന്താ പറയാ ഓഫീസുകളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ എംപ്ലോയീസിന് കൂടുതലും ഈ കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു സംഭവം ശരിയാവില്ല. അപ്പോൾ കൂടുതലും ഫയലുകളൊക്കെ നമ്മളിപ്പോ ഈ ഫയലും മറ്റുമൊക്കെ ആക്കുകയാണ്. അപ്പോൾ ഓൾഡർ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. സോ അതാണ് എംപ്ലോയി ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. സോ വെൻ പ്രൊമോഷൻ ആൻഡ് കരിയർ ഗ്രോത്ത് becomes important, the training is given to that employees are provided to share the responsibilities of higher level jobs. ഇപ്പോ നമുക്ക് അറിയാൻ പറ്റും, നമ്മളിപ്പോ ഒരു ജോബിൽ കയറിയ ഒരാളാണ്, ആളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മേ ബി 10th സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അവന് പിന്നെ ഹയർ ആയിട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അവനൊരു എന്താ പറയാ ഒരു ഹയർ എഡ്യൂക്കേഷൻ ചെയ്തേ പറ്റും. അപ്പൊ പാർട്ട് ടൈം ആയിട്ട് വേണമെങ്കിൽ അവന് എന്താ പറയാ ഒന്നിലെ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാം, അല്ലെങ്കിൽ ആ പറഞ്ഞ 10th എന്നുള്ളത് വേണമെങ്കിൽ അവന് +2 എഴുതാം, അതിന് വേണമെങ്കിൽ ഡിഗ്രി ചെയ്യാം. അപ്പൊ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവന്റെ കരിയർ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊമോഷനും കരിയർ ഗ്രോത്തും ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെയാണ് എംപ്ലോയി ട്രെയിനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. Then the benefits of training can be summed up as improve the morale of employees, then less supervision അല്ലെ. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, training helps the employee to get a job security and job satisfaction. The more satisfied the employees is, the greater his morale and more he will contribute to organizational success and lesser will be the employee absenteeism and turnover. സോ എത്ര കൂടുതൽ അവനെ ട്രെയിൻ ചെയ്യുന്നു അപ്പൊ അത്രയും അവനൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ചെയ്യുന്ന ജോലിയിൽ. അത് തന്നെയാണ് പറയുന്നത്. ദെൻ ലെസ് സൂപ്പർവിഷൻ,
ട്രെയിൻഡ് നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത ഒരു എംപ്ലോയി ആണ്. അപ്പൊ പിന്നെ അവനൊരു എന്താ പറയുക സൂപ്പർവൈസറിനെ വെക്കേണ്ട കാര്യമില്ല. അവൻ പണിയെടുക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടി ഒരു സൂപ്പർവൈസറിനെ വെക്കേണ്ട കാര്യമില്ല. ദെൻ ഫ്യൂവർ ആക്സിഡൻസ് ഒന്നും കൂടുതൽ ഉണ്ടാവില്ല. ബിക്കോസ് ഹി സ്കിൽഡ്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജോലിക്കാരനാണ്. ബിക്കോസ് ട്രെയിനിങ് കൊടുത്തു. ദെൻ ചാൻസസ് ഓഫ് പ്രൊമോഷൻ. അപ്പോൾ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടാനുള്ള വർക്ക് നല്ല ബെറ്റർ ആവും. വർക്ക് ബെറ്റർ ആയി കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് കൂടും. ദെൻ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ എഫിഷ്യൻസി കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റിയും കൂടും. ദെൻ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യമാണ് ട്രെയിനിങ് നീഡ് അസസ്മെന്റ് അല്ലെങ്കിൽ ട്രെയിനിങ് നീഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. TNA, TNI എന്നൊക്കെ പറഞ്ഞാണ് എക്സാമിന് ചോദിക്കാറ്. അപ്പൊ TNA എന്ന് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ട്രെയിനിങ് നീഡ് അസസ്മെന്റ് അല്ലെങ്കിൽ ട്രെയിനിങ് നീഡ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ ഈ രണ്ട് ടേമുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. Training need assessment is an assessment process that companies and other organizations use to determine the performance requirement and the knowledge, abilities, and skills and their employees needed to achieve the requirements. So there are three key areas that are considered accurate assessors of those needs. ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവനെ അസസ് ചെയ്യണം. അസസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നോക്കും. അപ്പോൾ ആ ഒരു എംപ്ലോയീസിന്റെ സ്കിൽസ് അതിനെ സ്റ്റഡി ചെയ്യുന്നു. അതിനെയാണ് ട്രെയിനിങ് നീഡ്സ് അസസ്മെന്റ് എന്ന് പറയാം. സോ സ്കിൽ പ്രൊഫഷൻസി ഓഫ് എംപ്ലോയീസ് നമ്മൾ മെഷർ ചെയ്യും. എംപ്ലോയീസ് ഫ്രീക്വൻസി ഓഫ് സ്കിൽ യൂസേജ് മെഷർ ചെയ്യും. ദെൻ ലെവൽ ഓഫ് എംപ്ലോയീസ് സ്കിൽ ക്രൂഷ്യൽ ടു ജോബ് പെർഫോമൻസ് ഇതെല്ലാം നമ്മൾ മെഷർ ചെയ്ത് നോക്കും. സോ അതിനെയാണ് നമ്മൾ ട്രെയിനിങ് നീഡ് അസസ്മെന്റ് എന്ന് പറയാം. സോ വൺ ഓഫ് ദി ഔട്ട്പുട്ട് ഓഫ് ദ ട്രെയിനിങ് നീഡ് അസസ്മെന്റ് ഇസ് ലിസ്റ്റ് ഓഫ് ഹൂ നീഡ്സ് വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ്. സോ കൃത്യമായിട്ട് അതിനെ അസസ് ചെയ്ത് ഇതിനൊരു പോയിന്റ് കൊടുക്കുക, സ്കിൽ പ്രൊഫഷൻസി. അപ്പൊ അയാളുടെ സ്കിൽ പ്രൊഫഷൻസി ഔട്ട് ഓഫ് 5 സ്റ്റാർ റേറ്റിംഗ് 3 സ്റ്റാർ ആണ്, അല്ലെങ്കിൽ മറ്റേ ആളുടെ ഔട്ട് ഓഫ് 5 സ്റ്റാർ പുള്ളിയുടെ സ്കിൽ പ്രൊഫഷൻസി എന്ന് പറയുന്ന 5 സ്റ്റാർ ആണ്. ഔട്ട് ഓഫ് 5 തന്നെ കിട്ടുന്നു. അപ്പൊ അങ്ങനെ 5 സ്റ്റാർ ഉള്ള ഒരാളിന് പിന്നെ ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഹീസ് പെർഫെക്റ്റ്. അതേസമയം 3 സ്റ്റാർ ഉള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് എന്തായാലും ട്രെയിനിങ് വേണ്ടി വരും. അപ്പൊ എന്ത് ടൈപ്പ് ട്രെയിനിങ് ആണ് വേണ്ടത്? അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഏത് സ്കില്ലാണ് സ്കിൽ പ്രൊഫഷൻസി ഓഫ് എംപ്ലോയീസ് നമ്മൾ ഒരു റേറ്റിംഗ് കൊടുക്കും. എംപ്ലോയി ഫ്രീക്വൻസി ഓഫ് സ്കിൽ യൂസേജ്. അപ്പോൾ എംപ്ലോയി അവന്റെ സ്കില്ല് എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് അവന്റെ സ്കില്ല് യൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായി നോട്ട് ചെയ്യും. ദെൻ ലെവൽ ഓഫ് എംപ്ലോയീസ് സ്കിൽ ക്രൂഷ്യൽ ടു ജോബ് പെർഫോമൻസ്. അപ്പോൾ അവന്റെ ലെവൽ എത്രയാണ്, അവന്റെ ലെവൽ 1, 2, 3, 4, 5 എന്നൊക്കെ ഇടും. അവന്റെ ലെവൽ ആ ഒരു ലെവലിൽ വെച്ചിട്ട് ജോബ് പെർഫോമൻസിനെ അതെങ്ങനെ ബാധിക്കും എന്ന് നോക്കും. അപ്പൊ നമുക്കറിയാൻ പറ്റും, ഈ ഒരു അസസ്മെന്റ് നടത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും ആർക്ക് ഏത് ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം. അതാണ് വൺ ഓഫ് ദ ഔട്ട്പുട്സ് ഓഫ് ദി ട്രെയിനിങ് നീഡ്സ് അസസ്മെന്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഹൂ നീഡ്സ് വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ്. ദെൻ ട്രെയിനിങ് നീഡ് അസസ്മെന്റ് എയിംസ് ടു ആൻസർ സം ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ലൈക്ക് വൈ, ഹൂ, ഹൗ, വാട്ട് ആൻഡ് വെൻ. എന്തുകൊണ്ടത് ചെയ്തു, ആരത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എപ്പോൾ ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ആൻസറബിൾ ആയിരിക്കണം. സോ അങ്ങനത്തെ കുറച്ച് എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ കാര്യങ്ങൾ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതിന്റെ അകത്ത് ഓർത്ത് വെക്കേണ്ട ട്രെയിനിങ് നീഡ്സ് അസസ്മെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ TNA എന്നൊക്കെ മാത്രമായിരിക്കും ഇപ്പൊ എക്സാമിന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പൊ ട്രെയിനിങ് നീഡ്സ് അസസ്മെന്റ് ആണ് അതിന്റെ ഫുൾ ഫോം എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇനി വേറൊരു സാധനം കൂടെ നമ്മൾ അതിൽ കണ്ടു, TNI എന്ന് കണ്ടു, ട്രെയിനിങ് നീഡ് ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അതെന്താണ്? ഇറ്റ്സ് എ ടൂൾ utilized to identify what educational courses or activities should be provided to employees to improve their വർക്ക് പ്രൊഡക്ടിവിറ്റി. അപ്പൊ ഒരാളിന്റെ വർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ കോഴ്സ് ആണ് അവന് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനാണ് ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു ടൂളാണ് ഏതാണ് നമ്മുടെ ട്രെയിനിങ് നീഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. So here the focus should be placed on needs as opposed to desires of the employees for a constructive outcome. So ഇവിടെ നിങ്ങൾ കണ്ടായിരുന്നു, ഹിയർ ദ ഫോക്കസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ നീഡ്സ് ആസ് ഒപ്പോസ് ടു ഡിസൈർസ് ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ഒരാള് ഒരു ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും കമ്പനിയിൽ. അപ്പൊ പുള്ളി ആ ഒരു വർക്ക് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെയായിരിക്കും താല്പര്യം. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോളേജിലെ സാറന്മാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു സാർ എടുത്തു കഴിഞ്ഞാൽ ആ സാറ് എപ്പോഴും ഒരു സബ്ജക്ട് തന്നെ പഠിപ്പിക്കുകയുണ്ടാവും. പുള്ളി മാറ്റി വേറെ സബ്ജക്ട് പഠിപ്പിക്കില്ല. കാരണം ആ ഒരു സബ്ജക്ട് പഠിപ്പിക്കണമെങ്കിൽ പിന്നെ ഒരുപാട് പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ട്, നോട്ട്സിന്റെ ആവശ്യമുണ്ട്, PPTs ഉണ്ടാക്കണം, അതിനെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ടി വരും.
അപ്പൊ പുള്ളി എന്താ ചെയ്യുക, പുള്ളി ഈ ഒരു സബ്ജക്ട് എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കോളേജിൽ. ആ ഒരു സബ്ജക്ട് മാത്രമേ പുള്ളി എടുക്കൂ, വേറെ മാറ്റി പിടിക്കില്ല. സോ നമ്മുടെ കമ്പനികളുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഈ ഈ പറയുന്ന വർക്കേഴ്സിനും അവർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോബ്, ആ ചെയ്യുന്ന ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവനെ വെച്ച് അവന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും വെച്ചിട്ട് കമ്പനിക്ക് ഫോസ്റ്റർ ചെയ്യുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനോട്ട് അവനെ തിരിച്ചുവിടുക. സോ ഈ പറഞ്ഞ എംപ്ലോയീസിനെ ഒപ്പോസ് ചെയ്യുക, അവരുടെ ഡിസയേഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാക്കിയെടുക്കുക. അതിനെയാണ് ട്രെയിനിങ് നീഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ സംഭവങ്ങളൊക്കെ തന്നു കഴിഞ്ഞിട്ട് അത് TNA TNI എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ നോട്ട്സ് നമ്മൾ എടുത്തിരിക്കുന്നത് MBA പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ നോട്ട്സ് ആണ്. അപ്പൊ അതിന്റെ സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നോട്ട് എടുത്തിരിക്കുന്നത് അതിന്റെ അന്ന് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം നോട്ട്സ്. In order to emphasize the importance of training need identification, we can focus on the following areas. To pinpoint if training will make a difference in productivity and bottom line, to decide what specific training each employee needs and what will improve his or her job performance, to differentiate between the needs of training and organizational issues, and bringing out a match between individual aspiration and organizational goals. ഓക്കെ, സോ അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ ഇനി അടുത്തത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ളത് MBA ആയിട്ട്, അതായത് MBA ക്വാളിഫിക്കേഷനുള്ള PSC എക്സാംസ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ഇതിലും ഇൻക്ലൂഡഡ് ആണ്. ഓൺ ജോബ് വേഴ്സസ് ഓഫ് ജോബ് ട്രെയിനിങ്. സോ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ട്രെയിനിങ് ആണ് നടത്തുന്നത്, ഓൺ ജോബ് ഉണ്ട്, ഓഫ് ജോബും ഉണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം. സോ വൈൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് അറ്റ് ദ വർക്ക് പ്ലേസ് ഇറ്റ് സെൽഫ്, ട്രെയിനീസ് പ്രൊഡ്യൂസ് തിങ്സ് വൈൽ ലേണിംഗ്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ എന്താണ് ചെയ്യുക, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന് ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പൊ കമ്പനിക്കുള്ള ഒരു ഉപകാരം എന്താണ്, ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വർക്ക് നടക്കുന്നുണ്ട്, അവന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താ? In off the job training, the trainees are away from the work environment that eliminates stress, frustration and bustle of day-to-day job. So ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന് ഇപ്പൊ അവനെ കമ്പനിയിലല്ലായിരിക്കും, അവനെ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വിടും അവനെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ തിയററ്റിക്കൽ ഉള്ള സാധനമായിരിക്കും അവിടെ നടക്കുന്നത്. ഒരു സ്ഥലത്ത് പോയി അവനത് പഠിക്കുന്നു, തിരിച്ചു വരും. അപ്പൊ അതിനെയാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. അപ്പൊ അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. സോ ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന്റെ മീനിങ് എന്താണെന്ന് ഞാൻ ഇപ്പൊ ആദ്യം പറഞ്ഞായിരുന്നു. Form of training which is provided at the workplace during the performance of the actual job. Other of the job എന്താണ്? Given training outside the actual work location, such as type of training is termed as of job training. Okay, fine. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയാം. പുറത്ത് എവിടെയെങ്കിലും വിട്ട് അവനെ പഠിപ്പിക്കുന്നു. ദെൻ എന്താണ് ഇതിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. കാരണം കമ്പനിയിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്, അവൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. അതേസമയം അവൻ പുറത്ത് പോയി പഠിക്കുകയാണ്, അല്ലെ, ആ ട്രെയിനിങ്ങിന് പുറത്ത് വിടുകയാണ്. അപ്പൊ അത് തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ദെൻ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? ഇവിടെ ഉണ്ട്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കാരണം കമ്പനിക്ക് അവന്റെ പ്രോഡക്ട്സ് എന്തായാലും മാനുഫാക്ചർ ആയി കിട്ടുന്നുണ്ട്. ആക്റ്റീവായിട്ട് ഒരു 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 പ്രാക്ടിക്കൽ ആയിട്ടൊരു കാര്യം ചെയ്യാണ്. സോ ദാറ്റ് ഇസ് എന്താ പറയാ, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ടാവുകയാണ്. അതേസമയം ഇവിടെ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നില്ല. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ദ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞു, ഇത് അവേ ഫ്രം ദ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞു ഓഫ് ദ ജോബ്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ പെർഫോമിംഗ്. നമ്മൾ ഒരു ഒരു കാര്യം പെർഫോം ചെയ്ത് കൊണ്ട് ലേൺ ചെയ്യും. ലേണിംഗ് ബൈ അക്വയറിംഗ് നോളജ്. ഇപ്പൊ ഒരു ബുക്കിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ നോളജ് അക്വയർ ചെയ്തുകൊണ്ട് ലേൺ ചെയ്യും. ദെൻ വർക്ക് ഡിസ്റപ്ഷൻ. ഇവിടെ വർക്ക് ഡിസ്റപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം വർക്ക് നമുക്ക് കമ്പനിക്ക് ഈ പറഞ്ഞ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. ബിക്കോസ് ട്രെയിനീസ് പ്രൊഡ്യൂസ് ദ പ്രോഡക്ട്സ് ഡ്യൂറിംഗ് ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്, വർക്ക് disruption ഉണ്ട്. ബിക്കോസ് ഫസ്റ്റ് ട്രെയിനിങ് ഈസ് പ്രൊവൈഡഡ് വിച്ച് ഇസ് ഫോളോഡ് ബൈ പെർഫോമൻസ്. ഇപ്പൊ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഈ പറഞ്ഞ പോലെ വർക്ക് കൃത്യമായിട്ട് വർക്കിലോട്ട് ഇറങ്ങുന്നുള്ളൂ. ദെൻ വേറെ ചില ഡിഫറൻസ് എന്തൊക്കെയാണ്? കാരിഡ് ഔട്ട് ബൈ, ഇതാരാണ് ചെയ്യുന്നത്? എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ്. അപ്പൊ ഈ പറഞ്ഞ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും. ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് തന്നെയായിരിക്കും ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇനി ഓഫ് ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നത് ആരായിരിക്കും? പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എക്സ്പേർട്സ്. സോ അതിനെ പറ്റിയിട്ടുള്ള പ്രൊഫഷണൽസ് ഈ പറഞ്ഞ പോലെ ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിൽ പോകുമ്പോൾ അവർക്ക് തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോളജ് കുറെ കൊടുക്കും. അപ്പൊ അത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്. കാരണം കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്, പ്രൊഡക്ട്സ് എല്ലാം മാനുഫാക്ചർ ആവുന്നുണ്ട്, അതെല്ലാം ഓക്കെ ആയി പോകുന്നുണ്ട്. അപ്പൊ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആണ്. അതേസമയം ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ എക്സ്പെൻസീവ് ആണ്. കാരണം
അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കണം ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ആൾക്കാരെല്ലാം അവിടെ എത്തിക്കണം, എന്നിട്ട് ട്രെയിൻ ചെയ്യണം. സോ ഇറ്റ് വാസ് എക്സ്പെൻസീവ്. ദെൻ സ്യൂട്ടബിൾ ഫോർ മാനുഫാക്ചറിങ് ഫേംസ്. ഒരു പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മാനുഫാക്ചറിങ് ഫേംസിനാണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. അതേസമയം നോൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഫേംസ് ആണെങ്കിൽ, ഇപ്പൊ സോഫ്റ്റ്വെയർ അതുപോലത്തെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ, കൃത്യമായ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നില്ല എങ്കിൽ അതിന് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ആവാം. ഇനി പെർഫോമൻസ് അപ്രൈസൽ. സോ എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ആരെയും പുകഴ്ത്തുന്നതോ കാര്യങ്ങളോ ഒന്നുമല്ല. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൃത്യമായി റിവ്യൂ ചെയ്യുന്നു, ഒരാളുടെ ജോബ്, എംപ്ലോയിന്റെ ജോബിനെ റിവ്യൂ ചെയ്യുന്നു. ദ ടേം പെർഫോമൻസ് അപ്രൈസൽ റെഫേഴ്സ് ടു ദ റെഗുലർ റിവ്യൂ ഓഫ് ആൻ എംപ്ലോയീസ് ജോബ് പെർഫോമൻസ് ആൻഡ് ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു എ കമ്പനി. സോ വേറെ പേരുകളിൽ പറയും ആനുവൽ റിവ്യൂ. അപ്പൊ ഈ പറഞ്ഞ പെർഫോമൻസ് അപ്രൈസൽ ക്യാരി ഔട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വർഷത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു 6 മാസത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു 3 മാസം ക്വാർട്ടർലി ആയിരിക്കും. സോ ഇറ്റ്സ് ആൻ ഇവാലുവേഷൻ അല്ലെ, ഒരു ജോബ് ഇവാലുവേഷൻ ആണ്. Or employee appraisal, performance appraisal evaluates an employee's skills, achievements, and growth or lack thereof. The companies use performance appraisal to give employees big picture feedback on their work to justify pay increase and bonuses as well as termination decisions. ഇപ്പൊ അവൻ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവനെ ടെർമിനേറ്റ് ചെയ്യാം. അതുപോലത്തെ ഡിസിഷൻ ഒക്കെ എടുക്കണമെങ്കിൽ പെർഫോമൻസ് അപ്രൈസൽ ചെയ്താലേ പറ്റും. ക്യാൻ ബി കണ്ടക്ടഡ് അറ്റ് എനി ഗിവൻ ടൈം ബട്ട് ടെൻഡ് ടു ബി ആനുവൽ, സെമി ആനുവൽ ഓർ ക്വാർട്ടർലി. 3 മാസത്തിലോ 6 മാസത്തിലോ ഒരു വർഷത്തിലോ ഒക്കെ നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാം. ഇനി പെർഫോമൻസ് അപ്രൈസലിന്റെ പല പല പ്രോസസ്സുകളാണ്. ആദ്യം ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമുക്ക് നമ്മുടെ എയിം ഇതാണ്, നമുക്ക് ഇത്ര പ്രോഡക്ട്സ് വേണം. അപ്പോ ഒരു ദിവസം ഒരു ആളുണ്ടെങ്കിൽ, ഒരു വർക്കർ ഉണ്ടെങ്കിൽ, ആ വർക്കറിന് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയും. ഈ ഇപ്പോ അയാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്രയും വർക്ക് നമ്മൾ ചെയ്യണം, ഇത്ര അവറിൽ ഇത്ര പ്രോഡക്ട്സ് അയാൾ മാനുഫാക്ചർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുശേഷം എന്താ, കമ്മ്യൂണിക്കേറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. അപ്പൊ ഇത് കൃത്യമായിട്ട് ആ വർക്കറിന് പറഞ്ഞു കൊടുക്കാൻ വേണം. എടാ, നീ ഇത്രയും വർക്ക് ചെയ്യണം, ഇതാണ് നിന്റെ ജോലി, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇത്ര പ്രോഡക്ട്സ് നീ ചെയ്യണം എന്നുള്ള കാര്യം. സോ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. മെഷറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. അപ്പോ അവനത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൃത്യമായി മെഷർ ചെയ്ത് നോക്കണം. ദെൻ കമ്പയറിംഗ് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ ഓൾറെഡി നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നല്ലേ, എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഇവൻ ചെയ്യുന്ന പണി ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്താ, ഡിസ്കസിംഗ് ദ റിസൾട്ട്സ്, പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. ഇപ്പോ അവൻ ആ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ അവൻ ആ ചെയ്യുന്നത് കുറച്ച് പണിയെ ചെയ്യുന്നുണ്ടാവും, അവൻ ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സും കീപ്പപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുത്തേ പറ്റൂ. ഡിസ്കസിംഗ് ദ റിസൾട്ട്സ് ആൻഡ് പ്രൊവൈഡിംഗ് ദ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്താ, ഡെസിഷൻ മേക്കിംഗ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും, അത് ആണ് ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ്. സോ ഇതാണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിന്റെ പ്രോസസ്, അല്ലെങ്കിൽ പല സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. സോ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല, കാരണം ഇനി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ MBAയുടെ നോട്ട്സിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. വായിച്ച് ഞാൻ സമയം കൂടുതൽ കളയുന്നില്ല. എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്, ഈ പറഞ്ഞ കാര്യം, ആദ്യം പറഞ്ഞ കാര്യം, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാം. ആ സ്റ്റാൻഡേർഡ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഹി ഷുഡ് മാനുഫാക്ചർ ഇൻ എ ഡേ ഇത്രയായിരിക്കണം എന്നുള്ളത്, അതാണ് എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്, ഇത്രയാണ് നമ്മളിപ്പോ മാനുഫാക്ചർ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ്. അപ്പോൾ ആ ഒരു പെർഫോമൻസ് അവൻ അത് ചെയ്യുന്നത് കറക്റ്റ് ആണോ ഇല്ലേ, അവൻ അത്രയും ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമ്മൾ മെഷർ ചെയ്ത് നോക്കുന്നു. അത് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നോട്ട് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ വായിച്ച് നിങ്ങളുടെ പ്രഷ്യസ് ടൈം കളയുന്നില്ല, കാരണം ഞാൻ ഈ മലയാളത്തിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദി ഡിസൈർഡ് പെർഫോമൻസ്. കമ്പയർ ചെയ്ത് നോക്കുന്നു കറക്റ്റ് ആണോ അല്ലേ എന്ന്. എന്നിട്ട് ഡിസ്കസിംഗ് ദ റിസൾട്ട്, അത് ഫീഡ്ബാക്ക് കൃത്യമായി കൊടുക്കുന്നു. ദെൻ മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. ഇനി ഇതിന്റെ പല മെത്തേഡുകളുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതും ഇമ്പോർട്ടന്റ് ആണ്, കാരണം MBO എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. MBO എന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസലുമായി ബന്ധപ്പെട്ട ഒരു ടേം ആണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് വായിച്ചു തന്നെ പോകേണ്ടി വരും. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, അതിനെയാണ് MBO എന്ന് പറയുക. Is the appraisal method where managers and employees together identify, plan, organize and communicate objectives to focus on during a specific appraisal period. See, ഒരു അപ്രൈസൽ പീരീഡ് എടുത്തു. അപ്പൊ ആ ഒരു സമയത്ത് എന്താ ചെയ്യുന്നത്, ഈ നമ്മുടെ മാനേജേഴ്സും ഉണ്ടാവും, അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഇവർ ഒരുമിച്ചിരിക്കും.
വർക്കേഴ്സും ഉണ്ടാവും. ഇവർ ഒരുമിച്ചിരുന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ഒരു എന്താ പറയാ പെർഫോമൻസ് അപ്രൈസൽ പീരീഡ് ചിലപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിംഗിൽ അവർ കൃത്യമായിട്ട് പറയും ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ, ഇതൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ട് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെ. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഒബ്ജക്റ്റീവ്സ് ടു ഫോക്കസ് ഓൺ ഡ്യൂറിങ് എ സ്പെസിഫിക് അപ്രൈസൽ പീരീഡ്. അപ്പൊ ഒരു സ്പെസിഫിക് അപ്രൈസൽ പീരീഡ് വരുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കും, നമ്മുടെ മാനേജേഴ്സും വർക്കേഴ്സും, എന്നിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം. ആഫ്റ്റർ സെറ്റിംഗ് ക്ലിയർ ഗോൾസ്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ നമ്മളെ മാനേജേഴ്സും വർക്കേഴ്സും തമ്മിൽ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യും. മാനേജേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് പീരിയോഡിക്കലി ഡിസ്കസ് ദ പ്രോഗ്രസ് മെയ്ഡ് ടു കൺട്രോൾ ആൻഡ് ഡിബേറ്റ് ഓൺ ദ ഫീസിബിലിറ്റി ഓഫ് അച്ചീവിംഗ് ദോസ് സെറ്റ് ഗോൾസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നോക്കും ഈ ഗോൾസ് ഒക്കെ കൃത്യമായിട്ട് ഇതെല്ലാം കൃത്യമാണോ, നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ അത് ഒരു തരത്തിലുള്ള പെർഫോമൻസ് അപ്രൈസൽ ആണ്. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO എന്നൊക്കെ കൊടുക്കും. ദെൻ 360 ഡിഗ്രി ഫീഡ്ബാക്ക് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആണ്. എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്ത് നോക്കാം. ഈസ് എ മൾട്ടി ഡയമെൻഷണൽ പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് ദാറ്റ് ഇവാലുവേറ്റ്സ് ആൻ എംപ്ലോയി യൂസിംഗ് ഫീഡ്ബാക്ക് കളക്റ്റഡ് ഫ്രം ദി എംപ്ലോയി സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, നെയിംലി മാനേജേഴ്സ്, പിയേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് ഡയറക്ട് റിപ്പോർട്ട്സ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നു, 360 ഡിഗ്രി ഫീഡ്ബാക്ക്. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാള് ഇപ്പൊ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു കൺസ്യൂമേഴ്സിനൊക്കെ ആയി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ കൺസ്യൂമേഴ്സിനോട് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. അവരോട് പോയി ചോദിക്കും, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഫോമുകളോ മറ്റൊക്കെ കൊടുക്കും. അത് ടിക്ക് ചെയ്ത് തരാൻ പറയും, ഇയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജേഴ്സിനോട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട്, കസ്റ്റമേഴ്സിനോട് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടൊരു ഫീഡ്ബാക്ക് എടുത്ത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് വിൽ നോട്ട് ഓൺലി എലിമിനേറ്റ് ബയാസ് ഇൻ പെർഫോമൻസ് റിവ്യൂസ് ബട്ട് ഓൾസോ ഓഫർ എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് കോമ്പീറ്റൻസ്. വർക്ക് ചെയ്യുന്ന ഒരാളിനെ കുറിച്ച്, ഇപ്പൊ ആ ആളിനെ കുറിച്ച് പല ആൾക്കാരോട് ചോദിക്കുകയാണ്. അപ്പൊ പല ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടി, ആൾ നല്ലൊരു വർക്കറാണ് എന്നുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, 360 ഡിഗ്രി ഫീഡ്ബാക്ക് നല്ലതാണ്. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാനേജറിന്റെ കയ്യിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു വർക്കറിനെ പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ അവിടെ ഒരു ബയാസ് ഉണ്ടാവും അല്ലെ, അവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ അവൻ കൊള്ളത്തില്ല എന്നാ മാനേജറിന് തോന്നുമെങ്കിൽ ബാക്കി അവന്റെ കാര്യങ്ങളൊക്കെ കഷ്ടപ്പാടായിരിക്കും. സോ അങ്ങനത്തെ ബയാസോ കാര്യങ്ങളൊന്നും ഈ 360 ഡിഗ്രി ഫീഡ്ബാക്കിൽ ഉണ്ടാകില്ല. സോ ദിസ് മെത്തേഡ് വിൽ ഓൺലി would not only eliminate bias in performance reviews but also of a clear understanding of individuals competence. അപ്പോൾ റാൻഡം ആയിട്ട് കുറെ റിവ്യൂ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റഡി നടത്താൻ പറ്റും. ദെൻ അസസ്മെന്റ് സെന്റർ മെത്തേഡ്. അപ്പൊ എന്താണ് ഇത് നോക്കാം. Concept of assessment center was introduced way back in 1930 by German Army and be polished and tailored and fit today in the environment. Okay, the assessment center method enables employees to get a clear picture of how others observe them and the impact it has on their performance. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ ഒരു എംപ്ലോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ എംപ്ലോയിക്ക് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതോ ഒരു രീതിയിൽ CCTV ക്യാമറ മറ്റോ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പൊ ആ ക്യാമറ അവനെ നോക്കിയിരിക്കുന്നത് കൊണ്ട് റെക്കോർഡഡ് ആണ് അല്ലെ, ഹീസ് വർക്കിംഗ് ആൻഡ് വാട്ട് ഹീസ് ഡൂയിങ് എന്നുള്ള കാര്യം എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എന്താ പറയാ അവന്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പൊ ബാധിക്കുന്നതല്ല, അവന്റെ പെർഫോമൻസിനെ നല്ല രീതിയിൽ അത് ബാധിക്കും. സോ ആ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കിയെടുക്കും. സോ അത് മറ്റുള്ള ആൾക്കാർ അവനെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു കാര്യം അവന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ആ ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് അസസ്മെന്റ് സെന്റർ മെത്തേഡ് എന്ന് പറയുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ഓൺലി അസസ് ദ എക്സിസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബട്ട് ഓൾസോ predict future job performance. അപ്പൊ അവന്റെ എക്സിസ്റ്റിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു എക്സാമ്പിൾ മാത്രം നോക്കിയാൽ ഒരു ക്യാമറ കൊണ്ട് വെച്ചു, വർക്ക് ചെയ്യുന്നിടത്ത് ഒരു ക്യാമറ കൊണ്ട് വെച്ചു, അപ്പൊ അത് റെക്കോർഡഡ് ആണ്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ അവൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യം അവൻ എങ്ങനെയാണ് ആ ഒരു ജോബ് പെർഫോമൻസ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ദെൻ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. അപ്പൊ BARS എന്ന് പറയും. എന്താണെന്ന് പറഞ്ഞാൽ പല റേറ്റിംഗ് നമ്മൾ കൊടുക്കും. Brings out both the qualitative and quantitative benefits of in a performance appraisal process. BARS compares employees' performance with specific behavioral examples that are anchored to numerical ratings. So each performance level on a bar scale is anchored, blah blah things. ഇതൊന്നും വായിച്ച് സമയം കളയുന്നില്ല. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മൾ റേറ്റിംഗ് കൊടുക്കുകയാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് പല റേറ്റിംഗ് കൊടുക്കുകയാണ്.
എന്താണ് റേറ്റിംഗ്? ഓക്കെ, എംപ്ലോയീസ് ഡസ് നോട്ട് ടോക്ക് ടു മേക്ക് must not talk to or make eye contact with customers when they enter the store. സ്റ്റോറിലോട്ട് വരികയാണ്, അപ്പോൾ എന്താ പറയാ, ഐ കോണ്ടാക്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ എംപ്ലോയി ആൾക്കാരെ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന് 1 സ്റ്റാറേ കൊടുക്കും, 1 പോയിന്റ് അവന് കൊടുക്കും. ഇനി 2 സ്റ്റാർ ഉള്ള ആള് അവൻ എന്താ ചെയ്യുന്നത്? എംപ്ലോയി സേസ് ഹലോ when the customer enter the store but do not ask what they are looking for. ഒരു കസ്റ്റമർ കയറി വന്നു, അപ്പൊ ഹായ് ഹലോ സർ എന്ന് മാത്രം പറഞ്ഞു, വേറൊന്നും ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അവന് 2 സ്റ്റാർ. ലൈക്ക് വൈസ് ഇങ്ങനെ പോവാണ്. 5 സ്റ്റാർ നോക്കി, 5 സ്റ്റാർ കൊടുക്കുന്ന ഏത് എംപ്ലോയിക്കാണ്? ദ എംപ്ലോയി cheerfully works with the customer until they find exactly what they need. സോ ഒരു കടയിൽ ഒരു സാധനം വാങ്ങാൻ വരികയാണ്, അപ്പൊ അവന്റെ എന്താണ് അവൻ ആഗ്രഹിക്കുന്നത് ആ സാധനം അവന്റെ കയ്യിൽ കിട്ടുന്നത് വരെ വളരെ cheerful ആയിട്ട് അവന്റെ കൂടെ നിന്ന് അവനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അവന് നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. സോ ഈ റേറ്റിംഗ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യും അവന്റെ ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയും. ഓക്കെ, സോ പല കാര്യങ്ങൾ വെച്ചിട്ട് റേറ്റിംഗ് കൊടുക്കും. അതിനെയാണ് ആ രീതിയിൽ പഠിക്കുന്നതിനാണ് നമ്മൾ VARS എന്ന് പറയുക. അപ്പൊ VARSന്റെ ഫുൾ ഫോം ഒക്കെ നോക്കി വെക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. Now, അടുത്തൊരു VARS 4-മത്തത് കഴിഞ്ഞു. അതിന് 6-മത്തതാണ് സൈക്കോളജിക്കൽ അപ്രൈസൽസ്. അതിൽ എന്താ പറയുന്നത്? കംസ് ഇൻ ഹാൻഡി ടു ഡിറ്റർമിൻ ദി ഹിഡൻ പൊട്ടൻഷ്യൽ ഓഫ് എംപ്ലോയീസ്. ദിസ് മെത്തേഡ് ഫോക്കസ് ഓൺ അനലൈസിംഗ് ആൻ എംപ്ലോയീസ് ഫ്യൂച്ചർ പെർഫോമൻസ് റാദർ ദാൻ ദ പാസ്റ്റ് വർക്ക്. സോ അവന്റെ പാസ്റ്റ് വർക്കിനെ മെഷർ ചെയ്യാതെ അവന് ഫ്യൂച്ചറിൽ അവൻ എന്താ ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പോലെ അവന് കൂടുതൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവനിൽ നിന്നും ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. So these appraisals are used to analyze 7 major components of an employee's performance, such as interpersonal skills, cognitive abilities, intellectual traits, then leadership skills, personality traits, emotional quotient, and other related skills. See, ഒരു സ്കിൽസ് വെച്ചിട്ട് ട്രെയിനിങ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ സ്കിൽസ് വെച്ചിട്ട് ഫ്യൂച്ചറിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ കഴിഞ്ഞ കാര്യം പോട്ടെ, അതിനെ കുറിച്ച് ഇതിൽ നോക്കുന്നില്ല. ഇതിന്റെ അകത്ത് സൈക്കോളജിക്കൽ അപ്രൈസൽസിന്റെ അകത്ത് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അവന് കൊടുത്ത ട്രെയിനിങ്ങും കാര്യങ്ങളും വെച്ചിട്ട് അവൻ അതെങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതിനാണ് സൈക്കോളജിക്കൽ അപ്രൈസൽസ് എന്ന് പറയുക. ദെൻ 6-മത്തത് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ്. സോ ഇതിൽ എന്താണ് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ കോസ്റ്റ് എന്ന് പറഞ്ഞ സാധനം അവിടെ വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് അവന്റെ വർത്ത് എത്രയാണ്, അവൻ കമ്പനിക്ക് എന്തോരം ലാഭം ഉണ്ടാക്കി തന്നു, അത് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി. അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. വായിച്ചു നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ് അനലൈസസ് an employee's performance through the monetary benefits he yields to the company. അല്ലെ, എന്ത് ബെനിഫിറ്റ് ആണ് മണി വെച്ച്, എന്ത് മോണിറ്ററി ബെനിഫിറ്റ് ആണ് കമ്പനിയിൽ അവനെ കൊണ്ടുണ്ടായത്? ഇറ്റ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ കമ്പയറിംഗ് ദ കോസ്റ്റ് ഓഫ് റിറ്റൈനിങ് ആൻ എംപ്ലോയി. സോ അവൻ അവിടെ റിറ്റൈൻ ചെയ്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അവന് സാലറി കൊടുക്കേണ്ടി വരും. സോ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. ആൻഡ് ദ മോണിറ്ററി ബെനിഫിറ്റ്സ് an organization has ascertained from that specific employee. സോ അവനെ കൊണ്ട് എന്തോരം ലാഭം നമുക്ക് കിട്ടി, അവൻ എത്ര റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവൻ എത്ര കൊടുത്തു, സോ അത് കമ്പയർ ചെയ്തുകൊണ്ട് നടത്തുന്ന സ്റ്റഡിയാണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്നത്തേക്ക് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇത്രയും മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ മുമ്പ് PSCക്ക് ചോദിച്ചതും മാനേജ്മെന്റ് ലെവലിൽ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. So in which of the following the initial stage Indian IT companies relying more for getting good IT professionals? നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഫൈനൽ ഇയർ ആവുമ്പോൾ ഒരു എന്താ പറയാ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഉണ്ടാവും. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പൊ IT പ്രൊഫഷണൽസിന് ഇന്ത്യൻ കമ്പനീസ് മെയിൻ ആയിട്ട് എന്താ നോക്കുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ C ആയിട്ടാണ് വരിക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, which one of the following is not the operative functions of human resource management? ഞാൻ നേരത്തെ പറഞ്ഞു ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചു മാനേജറിയൽ ഫംഗ്ഷൻ, ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, അഡ്വൈസറി ഫംഗ്ഷൻ പഠിച്ചു. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നോട്ട് ദ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ അല്ലാത്തത്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ ആണ് രണ്ടാമതായിട്ട് പഠിച്ചത്. അതിൽ പ്രൊക്യൂർമെന്റ് പഠിച്ചു, ഡെവലപ്മെന്റ് പഠിച്ചു, കോമ്പൻസേഷൻ പഠിച്ചു, മെയിൻ്റനൻസ് പഠിച്ചു, ഇന്റഗ്രേഷൻ പഠിച്ചു, സെപ്പറേഷൻ പഠിച്ചു. സോ ഇതിന്റെ അകത്ത് ആൻസർ വരുന്നത് കൺട്രോളിംഗ് ആണ് അല്ലെ. അപ്പൊ കൺട്രോളിംഗ് നമ്മൾ പഠിച്ചത് മാനേജറിയൽ സ്കിൽസിലാണ്, ഇമ്പോർട്ടന്റ് ആണ്, അത് അതുപോലെ പഠിച്ചു വെക്കുക. നൗ തേർഡ് ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ വേജ് ഡിറ്റർമിനേഷൻ ആണ്. ജോബ് ഇവാലുവേഷൻ, ജോബിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവന് എത്ര വേജ് കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ്. ഇപ്പൊ PSCയുടെ ആൻസർ വേജ് ഇവാലുവേഷൻ ആണ്.
The fourth one, human resource management is an amalgam അല്ലെങ്കിൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇതിന്റെ അകത്ത് നാലാമത്തതിന്റെ ആൻസർ വരുന്നത് സി ആണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ, പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. നമ്മൾ പഠിച്ചപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു അല്ലെ. ഇതും വരുന്നുണ്ട്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ വരുന്നുണ്ട്, സോഷ്യൽ ബിഹേവിയറും, പക്ഷെ ബിസിനസ് എത്തിക്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. എംപ്ലോയർ ആൻഡ് എംപ്ലോയീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഈ പറഞ്ഞ എ ബി ഡി ഒന്നും കംപ്ലീറ്റ് അല്ല. അപ്പൊ ഇത് എൻ അമാൽഗം എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. HRM ഇസ് എ മിക്സ്ചർ ഓഫ് വാട്ട്, ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ച് പറയുന്നുണ്ട്, പേഴ്സണൽ മാനേജ്മെന്റ് പറയുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ റിലേഷനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നോ ഫിഫ്ത് ക്വസ്റ്റ്യനിൽ പറയുന്നത് റിക്രൂട്ട്മെന്റ് ഇസ് കൺസേൺ വിത്ത് ദ പ്രോസസ് ഓഫ്. എന്താണ് റിക്രൂട്ട്മെന്റ്? റിക്രൂട്ട്മെന്റ് ബേസ് ചെയ്ത് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ആദ്യത്തെ സ്ലൈഡ്, രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചായിരുന്നു റിക്രൂട്ട്മെന്റിനെ കുറിച്ച്. ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ. സോ റിക്രൂട്ട്മെന്റ് ഇസ് കൺസേൺ വിത്ത്, എന്താണ് ഇതിന്റെ ആൻസർ എന്നുള്ളത്? ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ജോബ് എന്നുള്ളതിലോട്ട് പോവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അതല്ല. ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആണ്. ഇതും അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ആൻസർ ആയിട്ട് വരും. പക്ഷെ ഇതിൽ കുറച്ചുകൂടി വരുന്ന ഒരു സാധനം, ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ആണ് PSC ആൻസർ ആയിട്ട് കൊടുത്തത്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. റിക്രൂട്ട്മെന്റ് ഇസ് കൺസേൺ വിത്ത് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ്. നമ്മൾ തിയറി പഠിച്ചപ്പം ഞാൻ ഈ സെന്റൻസ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ജോബ് എന്ന്. അതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. പക്ഷെ PSCയുടെ ആൻസർ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്നുള്ളതാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യുക. ഇത് രണ്ടും ബിയും സിയും ആൻസർ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെവലപ്പിംഗ് പൂൾ ഓഫ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്നുള്ളതാണ് നമ്മൾ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ആൻസർ ആയിട്ട് വരുന്നത്. ആറാമത്തത്, ദ മെക്കാനിസം ടു ഐഡന്റിഫൈ എംപ്ലോയീസ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇസ് ഡൺ ത്രൂ. എംപ്ലോയീസിന്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് ജോബ് എൻറിച്ച്മെന്റിലൂടെയാണ് എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ. ഏഴാമത്തത്, ഡ്യൂറിംഗ് വിച്ച് പ്ലാൻ വാസ് ദി നാഷണൽ. ഇതൊരു GK ക്വസ്റ്റ്യൻ ആണ്. 5 ഇയർ പ്ലാൻസ് ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതില് ഒരു GK ആയിട്ടുള്ള ഒരു ചോദ്യം ഇതുപോലെ മാനേജ്മെന്റ് റിലേറ്റഡ് സബ്ജക്റ്റില് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ്, ഡ്യൂറിംഗ് വിച്ച് പ്ലാൻ വാസ് ദി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം. അത് ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് അല്ലെ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, അങ്ങനെ 10th 5 ഇയർ പ്ലാൻ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആൻസർ ആയിട്ട് വരുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ്. അപ്പൊ സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ഈ പറഞ്ഞ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളൊരു കാര്യം ഓർത്തു വെക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ത്? അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ജോബ് ഇവാലുവേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു, പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ച് പറഞ്ഞു, ജോബ് എൻറിച്ച്മെന്റിനെ കുറിച്ചും പറഞ്ഞു. നമ്മളൊരു സെയിൽ പ്രൊമോഷന്റെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം ആണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം സെയിൽസ് പ്രൊമോഷൻ ആണ്. പെർഫോമൻസ് അപ്രൈസൽ ഈസ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? അപ്പൊ നമ്മൾ പെട്ടെന്ന്, ഞാൻ പറഞ്ഞു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞ, അപ്രൈസൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മൊറൈൽ ബൂസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറയുക, പഠിക്കാത്ത ഒരാളാണെങ്കിൽ അതിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ജോബ് അനാലിസിസ് ആണ്. ജോബ് അനാലിസിസിന്റെ വേറൊരു പേരാണ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ. അപ്പൊ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് മുമ്പ്. അപ്പൊ തിയറി പഠിച്ച ഒരാളിന് മാത്രമേ അത് ആൻസർ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ എ മാറി കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19, സോറി 10 ആണ്. 9 കഴിഞ്ഞു, 10th ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേർപ്പസ് ഇസ് നോട്ട് സെർവ്ഡ് ബൈ പെർഫോമൻസ് ഇവാലുവേഷൻ. ഇപ്പൊ പെർഫോമൻസ് ഇവാലുവേഷൻ അല്ലെ, പെർഫോമൻസ് ഇവാലുവേഷനിൽ വരാത്തത് എന്ത് എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഡിസിഷൻ അബൌട്ട് പ്രൊമോഷൻ, ട്രാൻസ്ഫേഴ്സ് ആൻഡ് ടെർമിനേഷൻസ്, അത് പെർഫോമൻസ് ഇവാലുവേഷനിൽ വരുന്ന കാര്യം തന്നെയാണ്. ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ്, അതും പെർഫോമൻസ് ഇവാലുവേഷനിൽ വരുന്ന തന്നെയാണ്. Then criterion against which selection and development programs are validated, അതും പെർഫോമൻസ് ഇവാലുവേഷനിൽ വരുന്ന കാര്യം തന്നെ. അതിൽ വരാത്ത കാര്യം ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി. അത് നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് അതിൽ വരാത്തൊരു സാധനമാണ്. PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് ടോപ്പിക്ക് പഠിച്ച ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്കുള്ള ടോപ്പിക്ക് ഇത്ര തന്നെയാണ്. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ക്വിറ്റായി പോവാം. ആറാമത്തെ ക്വസ്റ്റിന്റെ ഒന്ന് എടുക്കാവോ? അത്
ഓക്കെ. അത് എൻറിച്ച്മെന്റ് എന്നാണോ അതെയോ ജോബ് ഇവാലുവേഷൻ ആണോ? ഇത് നമ്മുടെ PSCയുടെ ആൻസർ ആണ്. എനിക്ക് ഇതിലൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഇതൊന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. കാരണം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് ആൻസർ ആക്ച്വലി പഠിപ്പിച്ചപ്പോൾ ഇൻവൈറ്റിംഗ് ജോബ് ആപ്ലിക്കേഷൻ ഫോർ ജോബാണ്, പക്ഷെ എക്സാം അവരുടെ ആൻസർ ഇതായിരുന്നു. അതുപോലെ ഇതിലും ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റൻ ഒന്നും കൂടി ഞാൻ ഇടാം. എനിക്കും ഡൗട്ട് ഉണ്ട് അതിൽ. ഞാനും ആൻസർ ചെയ്യുകയാണെങ്കിൽ ജോബ് ഇവാലുവേഷൻ മാത്രമേ. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പരീക്ഷ 2024 ഒക്ടോബർ 30 നടക്കാനിരിക്കുകയാണ്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്ക് സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതിനായി ടെക് PSC ഒരുക്കുന്നു അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് മുൻവർഷങ്ങളിലെ വിജയികളെ സമ്മാനിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ. ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ലൈവ് ഇന്ററാക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. ജോബ് എൻറിച്ച്മെന്റ് എന്നുള്ളൊരു കാര്യമാണ് അതിന്റെ ആൻസർ കീഴിൽ കണ്ടത്. അതാണ് ഇത് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം നമുക്ക് നോക്കാം, ഒന്നും കൂടെ നോക്കാം. ഓക്കെ.